സ്തോത്രം സ്തോത്രം. ഈ സന്ധ്യാസമയത്ത് ഇല്ലെങ്കിൽ കടന്നതിനും സുഖത്തിൽ വരുവാനായ ദൈവം ഞങ്ങളെ സഹായിച്ച നമുക്ക് നന്ദിയോട് സ്തുതിക്കും സ്തോത്രം. 12 മണിക്കൂറെല്ലാം കർത്താവ് കൺമുന്നിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും കാത്തുനിൽക്കുന്ന മണിക്കൂറുകൾക്കായി നന്ദിയോട് സ്തുതിക്കും സ്തോത്രം. പ്രിയപ്പെട്ടു കൊറോണ ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ ആമേന്റെ മധ്യെല്ലാം കർത്താവ് ആയുസോടെ ആരോഗ്യത്തോടെ അവർ പരിപാലിച്ച് അവർക്ക് നന്ദിയോട് സ്തുതിക്കും സ്തോത്രം. എത്രയോ പ്രിയപ്പെട്ടവര് ആമയും പല രോഗങ്ങളെ ലോകത്ത് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് എത്രയോ പ്രിയപ്പെട്ട കൊറോണ നമുക്ക് ഭാരപ്പെടുമ്പോൾ അതിന് മധ്യെല്ലാം കർത്താവ് അവിടുന്ന് കുടുംബമായി നടത്തുന്ന എല്ലാവിധം കാര്യങ്ങളെന്ന് പറയാൻ കർത്താവ് സഹായിച്ച കാരണം നമ്മുടെ സന്ധ്യാസമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്തുതി പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രികാലം നന്ദിയോട് സ്തുതിക്കും സ്തോത്രം. കർത്താവേ, വരിക്കാരെല്ലാം കണ്ണീരും കാര്യം വീശുന്ന പ്രാണ വളർത്തുന്ന തക്കാത്ത് കഴിച്ചു ആപത്താർത്ഥങ്ങളെല്ലാം കർത്താവ് വിളിച്ച് ആമി സന്തോഷത്തോടെ ഈ രാത്രി കാലം കർത്താവിലേക്ക് നൽകി തന്നെ ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്ത് 12 മണിക്കൂറെല്ലാം കർത്താവെ ഇരിപ്പിലെ നടപ്പിലെല്ലാം കർത്താവിൻ്റെ കരുത്തിലും കാവൽ സൂക്ഷിച്ചുകൊണ്ടതിനെ പ്രിയപ്പെട്ടത് കർത്താവെ ആമയും മരണം വഴി കർത്താവ് ആശുപത്രികളിലൊക്കെ ആയിരുന്നപ്പോൾ കർത്താവെ അതിൻ്റെ മധ്യ കർത്താവ് ദീർഘായുസ് ഞങ്ങൾ നിലനിർത്തി അവർക്ക് നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം. കർത്താവ് സന്ധ്യാസത്തെ പാടുക പാടുക പ്രാർത്ഥിപ്പാ ആരാധിപ്പ എല്ലാം കർത്താവ് കൃപയും മറാണോ അതിനെ സൃഷ്ടിക്കുന്ന ദാസനം ബലപ്പെടുത്തണമേ. നമുക്കൊരു പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ജീവിതം എന്നുള്ള പഴയ പാട്ടാണ് നമുക്ക് അറിയാവുന്ന എല്ലാവരും ചേർന്ന് പാടാം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. Bye.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്കാണ് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രത്തിന്റെ ആസനത്തെ പാങ്ങളുടെ പാദത്തിലേക്ക് എടുത്തിരുക ദൈവം സഹായിച്ച കൊടുക്കാൻ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം രാത്രിക്കാലത്ത് വചന ശുശ്രൂഷ ഏറ്റവും ലോകത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുഷ്മിദാസനക്കായാണ് ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആമയില്ലാതെ ശ്രദ്ധിക്കുന്ന കർത്താവ് വിദേശത്തും സ്വദേശത്തും എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തളരാതെ പതറാതെ കർത്താവെ ആമയിൽ പാശുമായ ദൈവത്തിന്റെ കൃപ അവിടുന്ന് പകരണമേ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശത്രുവാദം പല വിധത്തിലും തകർത്തുകളെ നോക്കുമ്പോൾ അതിന്റെ മധ്യേ ആമേ ഹാലയിലെ കർത്താവിന്റെ കരം കൂടി സഹായിച്ച് ആമേ ഒരു ദിവസം കർത്താവെ തളരാതെ പാശുമായ ദൈവത്തിന്റെ കൃപ അടിയണമേ അവിടുന്ന് പാർന്ന് വഴി നടത്താനാണ് നമ്മോട് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവെ. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഈ ശനിയാഴ്ച രാത്രിക്കാലം ഈ ഒരാഴ്ചക്കാലം കർത്താവോടും കാത്തു വലിച്ച അവൻ കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രവും പ്രിയപ്പെട്ട ലോകം മാറ്റപ്പെട്ടപ്പോ ആമേ അതിന്റെ മധ്യെല്ലാം കർത്താവ് ആയുസോടെ ആരോഗ്യത്തോടെ ബലത്തോടെ നിലനിർത്തിയ അവൻ കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. ഇത്ര സ്തുതിച്ചാലും മതി വല്ലാത്ത ആമേ ഹല്ലേലൂയ ആയുസിനെ ദീർഘമാക്കി നന്മകളാൽ നിറച്ചു കർത്താവ് വഴി നടത്തിയ അവൻ കൃപകൾക്കായി നന്ദി പറയുന്നു. കർത്താവെ രാത്രികാല ശുശ്രൂഷാസനക്കാരെ ഉപയോഗിക്കണമേ. വചനത്തിന്റെ ആഴങ്ങൾ മർമ്മങ്ങൾ വെളിപ്പെടുത്തണമേ. ശക്തമായ ക്രൂശിൽ മറിഞ്ഞ് സംസാരിപ്പ അധികാരപ്പെടുന്ന രാത്രികാല ഒരു ഭാവിയെങ്കിലും ആമേ രക്ഷിക്കപ്പെടുന്ന കർത്താവിന് വേണ്ടി ജീവിപ്പം കർത്താവ് ഇടയാക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ശുശ്രൂഷിക്കാൻ ദേവദാസനെ ക്ഷണിച്ചുകൊണ്ട് ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന് മഹത്വം 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 മഹത്വം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മഹൽ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതകളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ തളരാതെ കണ്ട് പതരാതെ കണ്ട് നിൽക്കുവാൻ നമ്മെ ശക്തനാക്കിയ സർവകൃപാലുവായ ദൈവത്തിന് നമ്മുടെ കരങ്ങളെ തട്ടി സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ് ഇന്ന് രാത്രിയിലും നാം ആമേൻ നിൽപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. ആമേൻ നമ്മുടെ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. നമുക്ക് പ്രശംസിപ്പാൻ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും കഴിയില്ലല്ലോ. ഇന്ന് രാത്രി നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നവനാകുന്നുവെന്ന് പറയുവാൻ കഴിയുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും നമുക്ക് അടയ്ക്കാം. ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. ആമേൻ. ഞങ്ങൾ പാർക്കുന്ന ആമേൻ ചുറ്റുപാടും ആമേൻ അതെ അനേകര് കണ്ണുനീരിലും ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലുമൊക്കെയാണ്. ആമേൻ. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് താഴത്തെ വീട്ടിലെ ആമേൻ മാതാവ് ഈ പകൽ ആമേൻ മരണപ്പെടുവാൻ ഇടയായി തീർന്നു. ആമേൻ. ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് രാത്രി ഭാരത്തോടെ വേദനയോടെ നിരാശയോടെ ആകുലതയോടെ ആയിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വാഗ്ദത്തങ്ങളെ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകലിലും ആമേൻ ആപത്തുകൾ, അനർത്ഥങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ നിറഞ്ഞതായ ലോകത്ത് കർത്താവെ, കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന നല്ല കർത്താവ് ഞങ്ങളോട് കൂടെയിരുന്ന് ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനവുമായി ഇന്ന് രാത്രിയിലും ഈ ഫേസ്ബുക്ക് പേജിലൂടെ ലോകത്തിൻ്റെ അറ്റത്തോളം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ എത്തിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളെ കുടുംബമായി സഹായിക്കുന്ന ബലപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്നേഹതീരം പ്രയർ ഫാമിലിയിലെ എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും വേദനയോടെ നിരാശയോടെ ആകുലതയോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ. സന്തോഷത്തിൻ്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തണമേ. ഈ കർത്താവെ സ്നേഹതീരം പ്രയർ ഫാമിലിയിൽ കർത്താവെ പങ്കാളിത്തം വഹിക്കുന്ന പ്രിയപ്പെട്ടവർ ആമേൻ ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടായിരിക്കുന്നവരുണ്ട്. കർത്താവെ ഏത് വിഷയവുമായി ദിവസത്തിനിരിക്കുന്നുവോ ആ വിഷയത്തിന്മേൽ വിടുതൽ പ്രാപിപ്പാൻ ഇടയാകത്തക്ക വിധത്തിൽ അവരുടെ ജീവിതത്തെ വ്യക്തിപരമായി ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തോട് അടുക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ സ്വർഗം അവർക്ക് കൃപ കൊടുക്കണമേ. ആമേൻ. ഇത്രോവിൻ്റെ ആടുകളുമായി ആമേൻ അതെ ഹോരേബ് പർവ്വതത്തിനപ്പുറം ഹല്ലേലൂയ
അത് ഹോരേബിലും ആ മരുഭൂമിക്കപ്പുറം ആ ഹോരേബിലെത്തിയ മോശ നിൽക്കുന്ന സ്ഥലം അത് വിശുദ്ധമാണെന്ന് അവൻ തിരിച്ചറിയത്തക്ക വിധത്തിൽ, അവൻ്റെ കണ്ണുകൾ കൊണ്ട് കാണത്തക്ക വിധത്തിൽ, അവൻ്റെ കാതുകൾ കൊണ്ട് കേൾക്കത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തി ആമേൻ വെളിപ്പെട്ടതുപോലെ ഈ ദിവസങ്ങളിൽ ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഹല്ലേലൂയ, ദൈവവചനം ധ്യാനിക്കുന്ന വ്യക്തിജീവിതങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണത്തക്ക വിധത്തിൽ, അത് കാതുകൊണ്ട് ആമേൻ കേൾക്കത്തക്ക വിധത്തിൽ, ആമേൻ ഈ ദിവസങ്ങളിൽ ആമേൻ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിൻ്റെ കരം അനുകൂലമായി ചലിപ്പാൻ ഇടയാകട്ടെ. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് കൈമാറുവാൻ ഇടയാകട്ടെ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണം, ശുശ്രൂഷിപ്പാൻ അടിനെ ശക്തീകരിക്കണം. കർത്താവെ, അങ്ങയുടെ പൊന്നുനാമം എല്ലാ നിലയിലും മഹത്വപ്പെടുവാൻ ഇടയാകണം. പാപികൾ മനം തിരിയട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമം രാത്രിയിൽ എല്ലാ നിലയിലും മഹിമപ്പെടുവാൻ സ്വർഗം ഇടയാക്കണം. ക്രൂശിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിപ്പാൻ അടിനെ സഹായിക്കണം. ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ഇരു കരങ്ങളും തട്ടി കർത്താവിന് സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണിക്കുമാറാക്കിയവനേ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരുപാട് കഷ്ടതകൾ കണ്ടവരാ. ആമേൻ. ഹല്ലേലൂയ. കഷ്ടതയ്ക്കകത്ത് കൈവിടുന്നവനല്ല കർത്താവ്. ഹല്ലേലൂയ. കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ കഷ്ടത്തെ ജയിച്ചവനാ, ഞാൻ ലോകത്തെ ജയിച്ചവനാ. സാരം ഈ ലോകത്തിൽ ആമേൻ ഇരിക്കുന്നിടത്തോളം കാലം കഷ്ടമുണ്ടെന്ന്, പ്രൈസ് ദി ലോർഡ്, നിന്ദയുണ്ടെന്ന്, പഴിയുണ്ടെന്ന്, ദുഷിയുണ്ടെന്ന്. എന്നാൽ ഇതിനകത്തൊന്നും തകർന്നു പോയവനല്ല കർത്താവ്. ആമേൻ. അതിനകത്തുനിന്ന് ജയാളിയായവനെയാ. ഹല്ലേലൂയ. ആ ജയാളിയായ കർത്താവിനെയാ ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. ആ കർത്താവിനെയാണ് നാം അനുഗമിക്കുന്നത്. അതുകൊണ്ട് ക്ഷീണമുണ്ടെങ്കിലും ഭാരമുണ്ടെങ്കിലും സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി അവൻ്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ആമേൻ. നിന്റെ ക്ഷീണം മാറത്തക്ക വിധത്തിൽ, നിന്റെ വേദന മാറത്തക്ക വിധത്തിൽ, നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ തൻ്റെ വചനത്തിലൂടെ അമ്മയെ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഉപരി, അപ്പൻ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നമ്മെ ആശ്വസിപ്പിക്കുവാൻ ശക്തനാ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് ഒരിക്കൽ കൂടെ എന്നോട് ചേർന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുന്നവനും ഇരിക്കുന്നവനും, ആദ്യനും അന്ത്യനും, അൽഫയും ഒമേഗയും, വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ എല്ലാവർക്കും ഞാൻ വന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ വേദഭാഗം കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യമാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. അതിൻ്റെ തോട്ട്സ് ഇങ്ങനെയാണ്: നിങ്ങൾ ശത്രുവിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ സഹോദരങ്ങളെ, നിങ്ങൾ ആമേൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ശത്രുവിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ആമേൻ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. വായിക്കാം. ആമേൻ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം വായിച്ചാട്ടോ. ആമേൻ. ഹല്ലേലൂയ. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്, പ്രൈസ് ദി ലോർഡ്, തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ ഇരുട്ടിനകത്ത് ആമേൻ തപ്പിത്തടഞ്ഞ് കുഴിയിൽ വീണ് തകർന്നു പോകാതെ, ഇരുളിലായിരുന്ന നിന്നെ ആമേൻ അതെ അന്ധകാരത്തിൽ കിടന്ന നിന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച്
വിടുവിച്ച് ആമേൻ നിന്നെ അധമ പാതാളത്തിലേക്ക് തള്ളിയിട്ട് നിന്നെ തകർക്കാൻ, നിന്റെ നാശം കാണാൻ നോക്കി ആമേൻ നിന്നെ പിന്തുടർന്ന് ആമേൻ കെണിക്കകത്ത് കുരുക്കി ആമേൻ നിന്നെയും നിന്റെ തലമുറയെയും നിന്റെ ജീവിത പങ്കാളിയെയും തകർക്കുവാൻ അത് പിന്തുടർന്ന പൈശാചിക ശക്തിക്ക് നിന്നെ വിട്ടുകൊടുക്കാതെ അതിനകത്ത് നിന്ന് നിന്നെ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച ആമേൻ പിതാവിന് അതേ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ അതെ ആ തെമ്മാടി കുഴിക്കകത്തേക്ക് ആമേൻ നീ വാങ്ങിച്ച, നീ പണം കൊടുത്ത കല്ലറയ്ക്കകത്തേക്ക് ആമേൻ അതെ ആയുസ്സിന്റെ മധ്യത്തിൽ നിന്നെ തകർത്ത് കളയുവാൻ ദുഷ്ട പിശാച് പിന്തുടർന്നപ്പോൾ ആമേൻ അതിന് ആമേൻ അതെ നീക്കുപോക്ക് വരുത്തി നിനക്ക് ആയുസ്സും ആരോഗ്യവും നൽകി തന്ന് അതെ നിന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് നയിച്ച, അതെ നിന്നെ വിടുവിച്ച, നിന്നെ വീണ്ടെടുത്ത ആ സ്നേഹ സ്വരൂപനായ ആ പുത്രന്റെ ആ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. അതെ ആ അവസ്ഥ മാറിയെന്ന്, സ്ഥിതി മാറിയെന്ന് അവൻ ഇന്നലെ പാപത്തിന്റെ ദാസനായി അധമ പാതാളത്തിലേക്ക് ആ നിത്യ നരകത്തിലേക്ക് പോകേണ്ട നിന്നെ നിത്യ രാജ്യത്തിന്റെ അവകാശിയാക്കി ആ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന്റെ സ്നേഹം, പിതാവിന്റെ കരുതൽ, ആമേൻ പിതാവിന്റെ പരിപാലനം അനുഭവിക്കുന്ന ദൈവമക്കളെ മൗനമായിരിക്കാതെ ആദരങ്ങളെ തുറന്ന് ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ഇടപെടാതെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ഇരുട്ടിന്റെ ശക്തിയിൽ നിന്ന് നമ്മെ വിടുവിക്കുകയും, എന്താണ് ഇരുട്ട്? ആമേൻ അന്ധകാരം അല്ലേ? ആമേൻ ദുഷ്ടാത്മസേന, പൈശാചിക ശക്തി, ആമേൻ ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ നിന്നെ തകർക്കുവാൻ ഇരുളിൽ തപ്പിത്തടയുന്ന ഒരു വ്യക്തി എങ്ങനെയോ അതുപോലെ ഈ പട്ടാപ്പകലിലും ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാകാതെ കണ്ണീരും ദുഃഖവും പേറി ആമേൻ കഴിയത്തക്ക വിധത്തിൽ നിന്നെ പിന്തുടർന്ന പൈശാചിക ശക്തിക്ക് നിന്നെ വിട്ടുകൊടുക്കാതെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുക കരുണാമയനായ ദൈവം അതെ നിന്നെ വിടുവിച്ച വിടുതല് ആമേൻ അനുഭവിക്കുന്നവർ മൗനമായിരിക്കാതെ ആദരങ്ങളെ തുറന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. തൻ്റെ പ്രിയ പുത്രന്റെ രാജ്യത്തിലേക്ക് നിങ്ങളെ അത് വിവർത്തനം ചെയ്യുകയും ചെയ്തവൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇരുളിൽ തപ്പിത്തടഞ്ഞ ഒരു മനുഷ്യനെ, അന്ധകാരത്തിൽ കിടന്ന ഒരു മനുഷ്യനെ, പാപത്തിൽ കിടന്ന മനുഷ്യനെ, ആമേൻ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കണ്ണീരും ദുഃഖവും പേറി കഴിഞ്ഞവനെ ആമേൻ കരുണാമയനായ ദൈവം തൻ്റെ പുത്രനിലൂടെ വീണ്ടെടുത്ത് നിത്യരാജ്യത്തിന് അവകാശിയാക്കി മാറ്റിയ ആമേൻ അതെ ആ അനുഭവത്തെ ആമേൻ തിരിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കളിൽ ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ സഭയ്ക്ക് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ ആമേൻ സ്തോത്രം പറയേണ്ടതിന് പകരം, സ്തോത്രം ചെയ്യേണ്ടതിന് പകരം കുറ്റവും കുറവും പഴിയും ദുഷിയും പറഞ്ഞ് ആമേൻ അതെ സമയം പോക്കുന്നവരെ കണ്ട് ആമേൻ അതെ നിത്യതയിലെത്തുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ അതെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് ആത്മാവിൽ നിറഞ്ഞ് പ്രബോധിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, കുറ്റവും കുറവും പഴിയും ദുഷിയും പറഞ്ഞിരിക്കാൻ സമയമില്ല. ആമേൻ തൻ്റെ ആമേൻ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് ഇരുളിൽ നിന്ന് നമ്മെ വിടുവിച്ച ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായി മാറണം ഞാൻ നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വളരെ വ്യത്യസ്തമായ രണ്ട് രാജ്യങ്ങൾ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ വ്യക്തികളും ഈ രണ്ട് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഉള്ളവരാണ്. ഇന്ന് രാത്രി ഞാനാകട്ടെ, നിങ്ങളാകട്ടെ, ലോകത്തിലുള്ള എല്ലാവരുമാകട്ടെ ഈ രണ്ട് രാജ്യത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിലാണ് ആമേൻ അതെ മെമ്പർ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. ഒന്ന് ഇരുട്ടിന്റെ രാജ്യം. പ്രൈസ് ദി ലോർഡ്. ആ
അസത്തോമ സത്കമയ ഹല്ലേലൂയ, മൃത്യോമ അമൃതംഗമയ ഹല്ലേലൂയ. ആമേൻ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ആമേൻ. അതെ, മരണത്തിൽ നിന്നും ജീവനിലേക്ക്, ഹല്ലേലൂയ. ആമേൻ. മൃത്യോമ അമൃതംഗമയ തമസോമ ജ്യോതിർഗമയ. ആമേൻ. ഇരുളിൽ നിന്ന് സാക്ഷാൽ വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ദൈവമേ, അങ്ങ് എവിടെയാണ്? അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ദൈവമേ, അങ്ങ് എവിടെയാണ്? അതെ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ദൈവമേ, അങ്ങ് എവിടെയെന്ന് പൂർവികർ ചൊല്ലിയ ശ്ലോകത്തിന്റെ അർത്ഥം ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇരുട്ടിന്റെ ശക്തിയിൽ നിന്ന് നമ്മെ വിടുവിക്കുകയും തൻ്റെ പ്രിയ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്ന അതേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അത് ഇരുട്ടിന്റെ പ്രവർത്തികളുടെ പുസ്തകം 26:18 അതേ ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അന്ധകാരത്തിൽ കിടന്ന നിന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തിരിക്കുകയാ. നീ ഇനിയും ഇരുളിൽ തപ്പിത്തടയുന്നവരെ പോലെ ഇരിക്കാതെ എഴുന്നേറ്റ്, ആമേൻ, അതെ, പ്രകാശിക്കുവാൻ തക്കവണ്ണം അതെ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇരുളിൽ കിടക്കുന്ന അനേകരെ വെളിച്ചത്തിലേക്ക് നയിപ്പാൻ, ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുവാൻ ആക്കി വെച്ചിരിക്കുന്ന നിന്നെ ഇരുളിനകത്ത് തപ്പിത്തടയുന്ന ഒരു മനുഷ്യനെ പോലെ നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച്, നിന്റെ കാതടച്ച്, നിന്റെ ദർശനത്തെ ആമേൻ ഇല്ലാതാക്കി, ആമേൻ, നിന്നെ അതെ ആ നിത്യ നരകത്തിൽ തള്ളിയിടുവാൻ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അലറുന്ന സിംഹമെന്ന പോലെ ഊടാടി സഞ്ചരിക്കുന്ന വൈശാചിക ശക്തിയുടെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുവാൻ, അനേകർക്ക് വെളിച്ചമായി, അനേകർക്ക് ആശ്വാസം, അനേകർക്ക് അനുഗ്രഹമായി, ഹല്ലേലൂയ, അതേ വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരുപ്പാൻ അതേ നിന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കെ നീ ആമേൻ അതെ കരഞ്ഞ് ഒരു മൂലയിൽ ഒതുങ്ങുവാൻ പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളോട് നീ എതിർത്ത് നിൽക്കാതെ, ആമേൻ, ഇന്ന് രാത്രി നീ ഉറങ്ങിയിരിക്കുന്നുവെങ്കിൽ ഉണരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ശക്തി പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. അതെ, ലൂക്കോസിന്റെ സുവിശേഷം 22:53 ഇപ്രകാരം കാണുന്നു, ഞാൻ ദിവസേന ദേവാലയത്തിൽ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും പ്രൈസ് ദി ലോർഡ് എൻ്റെ നേരെ കൈ ഓങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതേ 33.5 തിരുവയസ്സിൽ ഹല്ലേലൂയ, ആമേൻ, ഈ ഭൂമിയിൽ നിന്ന് പിതാവിൻ്റെ ഇംഗത പ്രകാരം അതേ മരിച്ച് അടക്കപ്പെട്ട് അതേ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആമേൻ പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് കരയേറി പോകുന്നതിന് മുമ്പ് ഹല്ലേലൂയ, ആമേൻ, തൻ്റെ മാതാപിതാക്കളോടൊപ്പം അത് അനുസരിച്ച് കീഴ്പ്പെട്ട് 12-ാം വയസ്സിൽ ദേവാലയത്തിൽ പോയി ഉപദേശിച്ചു. ആമേൻ. അങ്ങനെ 30 വയസ്സ് കഴിഞ്ഞപ്പോൾ സ്നാനപ്പെട്ട് ദേവാലയത്തിൽ അതേ മുഴുവൻ സമയം അതേ ശുശ്രൂഷിക്കുവാൻ, അതേ രോഗികളുടെ മേൽ സൗഖ്യം പകരുവാൻ ആത്മീയ ശുശ്രൂഷയുമായി ഈ ഭൂമിയിലായിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാന സമയം പ്രൈസ് ദി ലോർഡ്, ഞാൻ ദിവസേന ഈ ദേവാലയത്തിൽ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും എൻ്റെ നേരെ എന്ത് ചെയ്തില്ല? കൈ ഓങ്ങിയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും. അപ്പോൾ ആമേൻ ഇരുളിനും ഇരുളിൻ്റെ ആമേൻ ആത്മാക്കൾക്കും പ്രവർത്തിക്കുവാനുള്ള ഒരു സമയം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവപുത്രനായ ക്രിസ്തുവിനെ ആമേൻ ഇരുളിൻ്റെ ആമേൻ അതേ നാഴികയ്ക്കകത്ത് അല്പസമയം ആമേൻ പിതാവ് എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തെന്ന്. ഹല്ലേലൂയ. എന്തിനാ?
ആമേൻ അവനെ എന്നേക്കുമായി ആമേൻ ഇല്ലാതാക്കാൻ, അവൻ്റെ ശക്തിയെ ആമേൻ ഒന്നുമില്ല എന്ന് തെളിയിക്കാൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അല്പസമയം സാത്താൻ ഇരുള് നിന്നെ വിഴുങ്ങിയെന്ന് തോന്നിയേക്കാം, നിന്നെ പരാജയപ്പെടുത്തിയെന്ന് തോന്നിയേക്കാം. എന്നാൽ പരാജയം ആമേൻ നിനക്കല്ല, നിന്നെ വിഴുങ്ങുവാൻ വരുന്ന സാത്താനാണ്, നിന്നെ തകർക്കുവാൻ വരുന്ന പിശാചിനാണ്, നിന്നെ ഇല്ലാതാക്കാൻ നോക്കുന്ന പൈശാചിക ശക്തിക്കാണ്. കാരണം ആമേൻ നിന്റെ മേലുള്ള വാഗ്ദത്തം അത് എന്താണെന്ന് ലോകം കാണുവാൻ, ദേശം കാണുവാൻ ഇടയാകത്തക്ക വിധത്തിൽ അത് പൈശാചിക മണ്ഡലങ്ങൾ പരാജയപ്പെടാൻ തക്കവണ്ണം ഒരവസരം ആമേൻ ദൈവം ഒരുക്കിയെന്ന് മാത്രം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അമ്മേ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. പ്രൈസല്ലോ. ഇന്ന് പലർക്കും ഇതിൻ്റെ ആത്മീയ ആമേൻ ആഴങ്ങൾ മനസ്സിലാകാതെ ആമേൻ അത് വ്യക്തികളോടാണ് എന്ത് ചെയ്യുന്നത്, ആമേൻ സഹോദരങ്ങളോടാണ്, കൂടപ്പുറപ്പിനോടാണ്, ആമേൻ അതെ സ്വന്തമെന്ന് പറയുന്നവരോടാണ് എന്ത് ചെയ്യുന്നത്, ആമേൻ അതെ പോരാടുന്നത്. ആമേൻ കർത്താവ് പറയുകയാണ്, ആമേൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ കൈകൊണ്ട് എന്ത് ചെയ്തില്ല, ആമേൻ പിടിച്ചില്ല, എൻ്റെ നിങ്ങളുടെ കൈ എൻ്റെ നേരെ ഓങ്ങിയില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ സമയമാണ്, ഇരുളിൻ്റെ നാഴികയാണ്, അധികാരമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ആമേൻ സകലത്തിന്മേൽ അധികാരം എനിക്കാണെന്ന് തെളിയിക്കപ്പെടാൻ പോകുകയാണ്. നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്നതിനപ്പുറം ആമേൻ എൻ്റെ മേലുള്ള അഭിഷേകത്തോടെ ഞാൻ പുറത്തു വരുന്നത് ആമേൻ എന്നെ അടിച്ചവർ കാണാൻ പോകുക, എൻ്റെ മുഖത്ത് തുപ്പിയവർ കാണാൻ പോകുകയാ, എന്നെ ക്രൂശിച്ചവർ കാണാൻ പോകുകയാ. അല്പസമയം അതേ ശക്തി ഇല്ലാത്തവനെ പോലെ അതേ നിന്നെങ്കിലും അതേ ശക്തി എന്താണെന്ന് ലോകം കാണുകയെ എൻ്റെ ദൈവം എന്നിലൂടെ വെളിപ്പെടുത്തുവാൻ പോകുകയാ. അതുകൊണ്ട് അവൻ കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന ആടിനെ പോലെ നിൽക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതേ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പ്രൈസ് ദി ലോർഡ്. അതേ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ തുപ്പിയവരെയും ഈ അടിച്ചവരെയും ഈ ആമേൻ കൂക്കി വിളിച്ചവരെയെല്ലാം ന്യായം വിധിക്കാനായിട്ട് വരാൻ പോകുകയാ കർത്താവും രാജാതി രാജാവും ദേവാതി ദേവനുമായവൻ. കാരണം മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് 3-ാം നാള് അവൻ ഉയർത്തെഴുന്നേറ്റത് ആമേൻ ഈ അടിച്ചവരും ഈ കൂകിയവരും ഈ തുപ്പിയവരും ഒക്കെ എന്ത് ചെയ്തു, കാണേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ന്യായവിധിക്കായി അവൻ വരാൻ പോകുകയാണ്. എന്താ ന്യായവിധി? കഴിഞ്ഞ രാത്രി കൃപയാൽ നാം അല്പം ചിന്തിച്ചു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവൻ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ആമേൻ. സാക്ഷാൽ വെളിച്ചമാരാണ് യേശുവാണ്. ഹല്ലേലൂയ. യേശുവിനേക്കാൾ ഉപരി ഈ ലോകത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇരുളിനെ എന്ത് ചെയ്യുന്നു, സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കണം, ഈ ലോകത്തിൻ്റെ ചിന്താഗതിക്കനുസരിച്ച് ജീവിക്കണം, പ്രവർത്തിക്കണം. ആമേൻ. ലോകസ്നേഹം ദൈവത്തോട് എന്ത് ചെയ്യുന്നു, ശത്രുത്വമാകുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തെക്കാൾ ഉപരി, ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവിനേക്കാൾ ഉപരി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനേക്കാൾ ഉപരി ആമേൻ ഈ ലോകത്തോട് ചേർന്ന് ഇഴുകി ചേരുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇരുളിനെ എന്ത് ചെയ്യുന്നു, സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇരുളിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് തിന്മയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വെളിച്ചത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. വെളിച്ചമുണ്ടെങ്കിൽ എല്ലാം വ്യക്തമായി കാണാം. ഇരുള ആണെങ്കിൽ ആമേൻ എല്ലാം വ്യക്തമാകത്തില്ല, അവിടെ തിന്മ മാത്രമേ വെളിപ്പെടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. തൊടുന്നതും പിടിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ക്രമക്കേടായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ വെളിച്ചമുള്ളെടുത്ത് നന്മയാ ചെയ്യുന്നതെല്ലാം നന്നായിരിക്കും. ഇന്ന് രാത്രി അത് നന്മയുടെ ഭാഗത്തായിരിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ. അത് തിന്മയായിരിക്കുന്നവരെ നന്മയിലേക്ക് നയിപ്പാൻ, അത് ഇരുളിൽ കടന്നവരെ വെളിച്ചത്തിലേക്ക് നയിപ്പാൻ ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ വിശ്വസിച്ച് ഇന്ന് രാത്രി അത് ജീവിക്കുന്നവരോട് പറയുക, നിങ്ങൾ സ്തോത്രം ചെയ്യുന്നവരാകണം. കാരണം അന്ധകാരത്തിൽ കിടന്ന നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് ആമേൻ തൻ്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച അത് പിതാവിന് നിങ്ങൾ എന്ത് ചെയ്യണം, സ്തോത്രം ചെയ്യുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. ആമേൻ. ഈ യഥാർത്ഥമായി ആമേൻ സാക്ഷാൽ സത്യവചനം വിശ്വസിച്ച് ജീവിക്കുന്ന ദൈവ മക്കളാണ് വെളിച്ചത്തിൻ്റെ മക്കൾ.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഈ ഉഡായിപ്പ് കാണിച്ച് ആമേൻ ഈ കാര്യസാധ്യത്തിനു വേണ്ടി ഹല്ലേലൂയ ആമേൻ ഈ സത്യവേദപുസ്തകം എടുത്ത് ആമേൻ ഭക്തിയുടെ വേഷം പൂണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആമേൻ അവർ അന്ധകാരത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, ആമേൻ അവരുടെ സംസാരം തിന്മയായിരിക്കും, അവരുടെ ചിന്താഗതി തിന്മയായിരിക്കും, അവരാകെ മൊത്തം ടോട്ടൽ തിന്മ. ഹല്ലേലൂയ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം എന്ത് ചെയ്യുന്നു? വെളിച്ചത്തെ പകയ്ക്കുന്നു. ഹല്ലേലൂയ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവനെയും ആത്മാർത്ഥമായി ജീവിക്കുന്നവനെയും ആത്മാർത്ഥമായി പ്രസംഗിക്കുന്നവനെയും വിശുദ്ധിക്കും വേർപാടിനു വേണ്ടി നിൽക്കുന്നവനെയും അവൻ എപ്പോഴും എന്ത് ചെയ്യും? പകച്ചോണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പകയ്ക്കുന്നതാരാണ്? ഇരുളിൻ്റെ മക്കളാണ്. ആരാ ഇരുട്ട്? സാത്താനാണ്. ഹല്ലേലൂയ. ആമേൻ. അവൻ്റെ അപ്പൻ ബോഷ്കു പറയുന്നവനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നിന്നിൽ ബോഷ്കു വരുന്നുണ്ടെങ്കിൽ ആമേൻ നിന്റെ അപ്പൻ ആരാ? സാത്താനാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ അപ്പൻ സാത്താനും അത് ഇരുട്ടുമായതുകൊണ്ട് നിനക്ക് നന്മ ചെയ്യാൻ പറ്റുന്നില്ല. നിനക്ക് തിന്മ മാത്രമേ, സംസാരത്തിലൂടെ വെളി വരുന്നത് മുഴുവൻ തിന്മയാ. കേൾക്കുന്നവർക്ക് എന്തായിരിക്കും? അരോചകമായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തിന്മയായത് ഭവിക്കാതിരിപ്പാൻ, അത് നന്മയായത് ഭവിക്കേണ്ടതിന് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന പിതാവായ ദൈവത്തിന് ആമേൻ എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറയാതെ ആമേൻ സൂത്രം പറഞ്ഞ് ഇരിക്കുന്നവരറിയാതെ ആമേൻ അതെ മറ്റുള്ളവരെ പകച്ചുകൊണ്ടിരിക്കും, മറ്റുള്ളവരെ പഴിച്ചാരിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് ആമേൻ ഗെത്സമന തോട്ടത്തിൽ ആമേൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ചു. കൂടെയായിരിക്കുന്ന ശിഷ്യന്മാര് ആമേൻ അത് നിദ്രാഭാരത്തിലായിരിക്കുന്നത് കണ്ടിട്ട് ആമേൻ ഒരു രാത്രിയെങ്കിലും എന്നോടുകൂടെ ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലയോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ആമേൻ അതെ ആമേൻ പഴിചാരുകയല്ല, ഉറക്കം ആമേൻ അതെ ആമേൻ അതെ ശരീരത്തെ പിടിച്ച് ഉറങ്ങുന്നത് കണ്ടിട്ട് ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യാം? വരിക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് രാത്രി ഉറക്കം നടിച്ചിരിക്കുന്നവരും ഉറങ്ങുന്നവരും ആമേൻ എന്ത് ചെയ്യണം? ഉണരണം. പ്രൈസ് ദി ലോർഡ്. ഉണരാതൊക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ ആമേൻ. അന്ധകാരത്തിന്റെ രാജ്യം ഭരിക്കുന്നത് അധിപതിയായ സാത്താനാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ വീട്ടിൽ സാത്താനാണെങ്കിൽ ആമേൻ അവനായിരിക്കും അധിപതി. ഉറക്കവും ഒച്ചയും ബഹളവും കഷ്ടവും നഷ്ടവും, എപ്പോൾ നോക്കിയാലും ഒച്ചയും ബഹളവും, എപ്പോൾ നോക്കിയാലും അടിയും പിടിയും, എപ്പോൾ നോക്കിയാലും പകയും ആമേൻ ചീറ്റലും പുകയും ദുഷിയും അല്ലേ? അധിപതി ആരാ? അന്ധകാരത്തിൻ്റെ രാജ്യം ഭരിക്കുന്ന അധിപതിയായ സാത്താനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വെളിച്ചത്തിൻ്റെ രാജ്യം ഭരിക്കുന്നത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ക്രിസ്തു ആരാ? രാജാതി രാജാവാണ്. രാജാവുള്ളിടത്ത് രാജകോലാഹലം ഉണ്ട്. ആമേൻ. അവിടെ എന്തുണ്ട്? ഉല്ലാസത്തിൻ്റെയും ആമേൻ അതെ സ്തുതിയുടെയും പ്രൈസ് ദി ലോർഡ്. അപ്പൊ നീതിമാന്റെ കൂടാരങ്ങളിൽ എന്തുണ്ട്? സ്തോത്രമുണ്ട്, ഹല്ലേലൂയ ഉണ്ട്, ആമേനുണ്ട്, പ്രൈസ് ദി ലോർഡ് ഉണ്ട്, ഹല്ലേലൂയ. കഴിക്കാനുള്ള ആഹാരമുണ്ട്, എല്ലാം ഉണ്ടെന്ന്. ഹല്ലേലൂയ. സ്തോത്രം പറ. ആമേൻ. അതെ സാത്താന്റെ രാജ്യത്തിൽ നിന്ന്, ഇരുളിന്റെ രാജ്യത്തിൽ നിന്ന് ആമേൻ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആമേൻ ആക്കി വെച്ചിരിക്കുന്ന പിതാവിന് സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആമേൻ അതെ ഇരുളിനകത്ത് തപ്പിത്തടഞ്ഞുകൊണ്ടിരുന്ന അനുഭവത്തിൽ നിന്ന് എല്ലാം വ്യക്തമായി കണ്ട് സന്തോഷിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ നിന്നെ ആമേൻ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. ഇന്നും നീ ഇരുളിനകത്താണെങ്കിൽ അതിനകത്ത് നിന്ന് നിന്നെ കൈപിടിച്ച് വെളിച്ചത്തിലേക്ക് നയിപ്പാൻ ഉലകത്തിൽ ഇറങ്ങി വന്ന നസ്രയത്തുകാരനായ യേശു ക്രിസ്തു ആരെന്ന് അറിയാത്ത വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി താങ്കൾ യേശു ആരാന്ന് അറിയണം. പ്രൈസ് ദി ലോർഡ്. യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കണം. ഹല്ലേലൂയ. യേശുവിന് മാത്രമേ നിത്യ സമാധാനം നൽകുവാൻ കഴിയത്തുള്ളൂ, നിത്യ സന്തോഷം നൽകുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയത്തുള്ളൂ, നിന്നെ വിടുവിക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി സമാധാനത്തോടെ കടന്നുറങ്ങുവാൻ കഴിയാതെ സ്വസ്ഥത നഷ്ടപ്പെട്ട് ഏതെങ്കിലും വിഷയത്തിനകത്ത് ഇന്നും നീ കുടുങ്ങിക്കിടക്കുന്നുവെങ്കിൽ അതിനകത്ത് നിന്ന് നിന്നെ അഴിക്കുവാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രി യേശുവാണെന്ന് പറഞ്ഞാൽ അത് എത്ര പേർ അംഗീകരിക്കുവാൻ തയ്യാറാകും? കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. അങ്ങനെ ഈ ലോകം ആമേൻ ഇരുളിൽ അകപ്പെട്ട് അന്ധകാരത്തിനകത്ത് ആയിരിക്കുന്ന ജനം സാക്ഷാൽ വെളിച്ചം
ആകുന്ന ദൈവത്തിങ്കിലേക്ക് മനം തിരിയാൻ അതേ മത്തായി സുവിശേഷം 4-ാം അധ്യായം അതേ 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആമേൻ സാക്ഷാൽ വെളിച്ചമായവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അന്നു മുതൽ പ്രസംഗിച്ച ആ പ്രസംഗം ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശു പ്രസംഗിച്ച അതേ പ്രസംഗം അതേ പ്രസംഗിക്കാൻ എന്നെയും തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ആമേൻ ഇരുളിലായിരുന്ന എന്നെ ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ആമേൻ അതേ ദൈവത്തിന് എന്നെ ഈ നിലയിലേക്ക് ഉയർത്തുവാൻ അതേ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ ആ രാജ്യത്തിലാക്കി വെക്കുവാൻ എന്നോട് കരുണ കാണിച്ച, എന്നോട് അനുകമ്പ കാണിച്ച, എന്നോട് മനസ്സലിഞ്ഞ അതേ പിതാവിന് സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അതേ കൂട്ടായ്മ ആചരിക്കുന്ന ദൈവസഭയിലായിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് അഭിഷക്തനിലൂടെ ഇടപെട്ട വചനം ഇന്ന് രാത്രി ഈ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കഷ്ടതയാണോ, പട്ടിണിയാണോ, പൈതാകമാണോ, ബുദ്ധിമുട്ടാണോ, നിന്ദയാണോ, പഴിയാണോ, എന്തുമാകട്ടെ ആമേൻ അതിനകത്ത് തീരുന്നു പോകുവാൻ ദൈവം അനുവദിക്കാതെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുവാൻ നിന്നോട് കരുണ കാണിച്ച കർത്താവിന് സ്തോത്രം ചെയ്യുവാനിടയാകണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തു സാത്താന്റെ രാജ്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് വെളിച്ചം പകർന്ന് തൻ്റെ സർവശക്തിയാൽ അവരെ വെളിച്ചത്തിൻ്റെ മക്കളാക്കി തീർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ 4:4 സകലവിധ കൃപാവരങ്ങളിലും ജ്വലിച്ചു നിന്ന ദൈവസഭയ്ക്കകത്ത് ചില ക്രമക്കേടുകളൊക്കെ നടക്കുന്നത് കണ്ടപ്പോൾ ആത്മാവ് ഇടപെട്ടു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സെന്ത് ചെയ്തിരിക്കുകയാ? കുരുടാക്കിയിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളിച്ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ആ ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തിരിക്കുകയാ? പ്രകാശിപ്പിച്ചു തന്നിരിക്കുകയാ. ഇന്ന് രാത്രി ആ മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു ആമേൻ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്ന് ബോധ്യമുള്ളവർ ആ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, മുമ്പ് ആമേൻ നിങ്ങൾ ഇരുൾ ആയിരുന്നു. ആമേൻ. ഈ അകത്ത് പ്രകാശം വന്നിരിക്കുന്ന മനുഷ്യൻ പറയുകയാണ്, മുമ്പ് നിങ്ങൾ ആരായിരുന്നു? ഇരുളായിരുന്നു. ഹല്ലേലൂയ. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി എന്നോടൊപ്പമുള്ളവർ ഒന്ന് കരമടിച്ച് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച ആമേൻ ദൈവത്തിന് പിതാവിന് എപ്പോഴും എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യുന്നവരാണ്. സ്തോത്രം ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യം. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. എന്താ അവിടെ വായിക്കുന്നത്? മത്തായി സുവിശേഷം 3:17 ഒന്ന് വായിക്കാമോ? മത്തായി സുവിശേഷം 3-ാം അധ്യായം. നോക്കണമേ, സ്നേഹസ്വരൂപനായ പുത്രനെ കുറിച്ച് സത്യവേദ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവണ്ണമാ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് പ്രസാദകരമായ ആമേൻ ഒരു വ്യക്തിത്വം ആമേൻ ആർക്കുണ്ടായിരുന്നു? യേശു കർത്താവിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ ദൈവം നമ്മിൽ പ്രസാദിക്കണമെങ്കിൽ ഹല്ലേലൂയ ആമേൻ ദൈവത്തിൻ്റെ ഹിതം എന്തോ അത് തിരിച്ചറിഞ്ഞ് നാം ജീവിക്കുവാൻ തയ്യാറാകണം. ആമേൻ. മത്തായി സുവിശേഷം ആമേൻ 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതമെന്ന് പറഞ്ഞ് യോഹന്നാന്റെ കൈക്കീഴിൽ യേശു എന്ത് ചെയ്യാണ്? സ്നാനപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ആമേൻ അത് മറ്റുള്ളവരുടെ മുമ്പാകെ ആമേൻ കീഴ്പ്പെടാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, യോഹന്നാനേക്കാൾ ആമേൻ ഹല്ലേലൂയ 6 മാസം ആമേൻ എളുപ്പമേ ആർക്കുള്ളൂ? യേശു കർത്താവിനുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ആമേൻ മൂത്തവനാണെന്ന് പറയാൻ ഹല്ലേലൂയ യോഹന്നാന് 6 മാസം എന്തുണ്ട്? മൂപ്പുണ്ട്.
ഹല്ലേലൂയ. എന്നാൽ ആമേൻ യോഹന്നാൻ അത് ജഡത്തിന്റെ ഇഷ്ടത്താൽ, ആമേൻ ഇവിടെ ആമേൻ നാം ജനിച്ചതുപോലെ ജനിച്ചപ്പോൾ, ഹല്ലേലൂയ, ആമേൻ അതെ മനുഷ്യന്റെ ഇഷ്ടത്താലല്ല ദൈവത്തിന്റെ ഇഷ്ടത്താൽ ജനിച്ച യേശു. പ്രൈസ് ദി ലോർഡ്. ആമേൻ അതെ യോഹന്നാന്റെ കീഴിൽ സ്നാനം ഏൽക്കുവാനായിട്ട് വന്നപ്പോൾ യോഹന്നാൻ മനസ്സിലായി, ആമേൻ ഇത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഈ ദൈവപുത്രനായ ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തുവാനുള്ള യോഗ്യതയൊന്നും ആർക്കില്ല, എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ അവന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കേണ്ടവനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ യേശു കർത്താവിൻ സ്നാനപ്പെടാൻ യോർദാൻ കടവിലേക്ക് വരുമ്പോൾ യേശു കർത്താവിന്റെ മുമ്പിൽ യോഹന്നാൻ തന്റെ നിരപരാധിത്വം എന്ത് ചെയ്യുക, തെളിയിക്കുകയാ. നിന്നാ ഞാൻ സ്നാനമേൽക്കേണ്ടത് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. നിന്റെ കാലിലെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ എന്തല്ല, യോഗ്യൻ അല്ല. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, അവൻ ആ കർത്താവിന്റെ മുമ്പിൽ എന്ത് ചെയ്യാണ്, താഴുകയാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം എന്താ, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആമേൻ അതെ കീഴ്വഴക്കം, ഹല്ലേലൂയ, പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ആമേൻ പിതാവായ ദൈവത്തിന്റെ നീതി നടപ്പാക്കിയപ്പോൾ സ്വർഗം തുറന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഉപവസിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, ആരാധിക്കുന്നവരെ, കർത്താവിന്റെ വരവിന് വേണ്ടി ആമേൻ വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത്, നിന്നിൽ ഒരു നീതി കണ്ടാൽ സ്വർഗം തുറക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ ദൈവവചനം പറയുന്നത് പോലെ നീ ജീവിക്കുവാൻ അതെ തയ്യാറാകുമ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇരുൾ നിറഞ്ഞ ലോകത്ത് സാത്താൻ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിൽ ആയിരിക്കുന്ന ദൈവപുത്രന് വേണ്ടി സ്വർഗം തുറന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാ തുറന്നത്? അവൻ നീതിയായത് അത് ചെയ്യുവാൻ തയ്യാറായപ്പോൾ. ഇന്ന് രാത്രി നീതിയായത് ചെയ്യുവാൻ ആര് സമർപ്പിക്കും? ഇന്ന് രാത്രി നീതി വെളിപ്പെട്ടാൽ സ്വർഗം നിനക്ക് വേണ്ടി ആമേൻ അതെ അതെ തുറക്കും. അതെ സ്വർഗത്തിൽ നിന്ന് ആമേൻ നിനക്ക് വേണ്ടി സംസാരിക്കും. അതെ നിനക്ക് വേണ്ടി ഇടപെടും. നിന്റെ വിഷയത്തിന്മേൽ നീതിയോട് ഉത്തരമരുളുന്ന സ്വർഗം അതെ ഈ അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തെ ആമേൻ വെളിച്ചത്തിലേക്ക് നയിപ്പാൻ ഇറങ്ങി വന്ന ആമേൻ ദൈവപുത്രനായ ക്രിസ്തുവിന് വേണ്ടി സ്വർഗം തുറന്ന് അതേ സംസാരിച്ചവർ ഇന്ന് രാത്രി പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കായി നിൽക്കുവാൻ കൃപ ലഭിച്ച ദൈവ പൈതലേ, നീ നീതിക്ക് വേണ്ടി നിന്നാൽ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് ഉചിതമെന്ന് പറഞ്ഞ് ദൈവപുത്രൻ അതെ യോഹന്നാന്റെ കൈക്കീഴിൽ താണ് അതെ യോർദാനിൽ ഇറങ്ങി സ്നാനമേറ്റപ്പോൾ സ്വർഗം തുറന്നു. ആത്മാവ് പ്രാവുന്നതുപോലെ ഇറങ്ങി വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നിന്റെ ഇടപാടുകളിൽ, നിന്റെ പ്രവർത്തികളിൽ, നിന്റെ ആരാധനയിൽ, നിന്റെ ശുശ്രൂഷയിൽ നീതി കണ്ടാൽ, നീതി വെളിപ്പെട്ടാൽ ആരും തുറക്കാത്ത സ്വർഗം നിനക്ക് വേണ്ടി ആമേൻ തുറക്കുവാൻ അധികാരമുള്ളവൻ അതേ നീതിയോടെ ഉത്തരമരുളുന്നവൻ ഇന്ന് രാത്രി നിന്നെ കാണുന്നുണ്ട്. ആരെല്ലാം നിന്നെ തകർക്കാൻ നോക്കിയാലും, ആരെല്ലാം നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയാലും, ആരെല്ലാം നിന്നെ അതെ എന്തെല്ലാം പറഞ്ഞു ഒതുക്കാൻ നോക്കിയാലും ആമേൻ നീതിപൂർവമായി നീ ആമേൻ അതെ ചുവടുവെക്കാമെങ്കിൽ നീതിയോട് ഉത്തരമരുളുന്ന സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അത് ഇറങ്ങി വരും. നിനക്ക് വേണ്ടി കരം ചലിപ്പിക്കും. നിനക്ക് വേണ്ടി അതേ അത്ഭുതങ്ങളെ ചെയ്യും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. നോക്കണമേ, രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന യേശു ആത്മാവിൽ ജനിച്ചവൻ, ആത്മാവിൻ്റെ അഭിഷേകത്തോടെ അനേകരെ വിടുവിക്കുവാൻ വേണ്ടി ലോകത്തായിരിക്കുന്നവൻ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനം ഏൽക്കവേ സ്വർഗം തുറന്നു. ആമേൻ. സ്വർഗം അവന് വേണ്ടി ഇടപെട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിരപരാധിത്വം ഹല്ലേലൂയ തെളിയിക്കുവാൻ നോക്കണ്ട. നിനക്ക് വേണ്ടി ആമേൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആമേൻ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അതേ യോഹന്നാനെ കാട്ടിലും 6 മാസം ചെറുപ്പമായിരിക്കുന്നവൻ. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ പിതാവും മാതാവും അതേ കണ്ണുനീരൊഴുക്കി ദീർഘകാലം കാത്തിരുന്ന് പ്രാപിച്ച യോഹന്നാൻ അതേ നോക്കുമ്പോൾ യോഹന്നാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കടവിലേക്ക് അതേ ദൈവപുത്രനായ സാക്ഷാൽ സ്നേഹസ്വരൂപനായ ആ പുത്രന്റെ രാജ്യം സ്ഥാപിക്കാൻ ഇറങ്ങി വന്ന യേശു ആമേൻ അടുത്തു വരികയാണ്.
ഇന്ന് രാത്രി ആമേൻ ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ നിന്റെ കയ്യാലെ, നിന്റെ കാതുകളിൽ കേൾക്കുക, നിന്റെ കണ്ണുകൊണ്ട് കാണുക, നീ തൊടുക, നീ അനുഭവിക്കത്തക്ക വിധത്തിൽ ആമേൻ ദൈവം ആദ്യ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെങ്കിൽ ഒരു നീതി ആമേൻ കാണണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. കാരണം ദൈവം നീതിമാനാണ്. നീതിമാനായ ദൈവം നീതിയോട് ഉത്തരമരുളുന്നവനാ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ നിനക്കെതിരെ ശബ്ദം ഉയർത്തുന്നവർ മിണ്ടാതാകത്തക്ക വിധത്തിൽ ആരെല്ലാം നിനക്കെതിരെ ആമേൻ കുറ്റാരോപണങ്ങളുമായി വന്നാലും ഒരു കുറ്റവും കാണാത്ത നിലയിൽ നീതിയോടെ നിൽക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരുന്ന രാത്രിയാ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ദൈവം എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഹല്ലേലൂയ, ആമേൻ. എന്തുകൊണ്ടാ ഭൂമിയിൽ നിന്നൊരു ശബ്ദമുണ്ടാകാന്? ആമേൻ. ഈ ഭൂമി ആമേൻ ഇരുളിൻ്റെ രാജ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ നിന്ന് യേശുവിന് വേണ്ടി ആര് സംസാരിച്ചിട്ടും കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അതെ, എനിക്ക് വേണ്ടി ഇവിടെ നിന്ന് ആര് സംസാരിച്ചിട്ടും കാര്യമില്ല. എനിക്ക് വേണ്ടി സാക്ഷാൽ വെളിച്ചമായവൻ ആമേൻ ഇടപെടണം. പ്രൈസ് ദി ലോർഡ്, ആമേൻ. സ്വർഗത്തിൽ നിന്ന് എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ആമേൻ മറുപടി വരണം. എനിക്ക് വേണ്ടി കരം ചരിക്കണം. എനിക്ക് വേണ്ടി ആമേൻ സ്വർഗത്തിൻ്റെ കിളുവാതിലുകൾ തുറക്കണം. ആമേൻ. പുരാതന സമ്പത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്വർഗാദി സ്വർഗം ആമേൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തുറക്കപ്പെടണമെങ്കിൽ ഇരുളിൽ അകപ്പെട്ട് കിടക്കുന്ന ജനത്തിന്റെ മധ്യയിൽ നിന്ന് അതെ നിന്നെ സ്നേഹസ്വരൂപനായ അതെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് എപ്പോഴും സ്തോത്രം ചെയ്യുന്നവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിറുപിറുത്ത് പഴിയും ദുഷിയും ഒക്കെ പറഞ്ഞ് ആമേൻ അതെ പൊട്ടച്ചെല്ലും കളിവാക്കും ഒക്കെ പറഞ്ഞ് സമയം പോക്കരുത്. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞെന്ന് ആമേൻ സ്വത്രം പറയുന്നവരായിരിക്കണം. കഷ്ടതയായാലും പട്ടിണിയായാലും പൈതാകമായാലും ആമേൻ ായിക്കാൻ ഇടമില്ലായിരുന്നെന്ന് ആമേൻ ഡെലിവറി സമയത്ത് ആമേൻ വഴിയോരത്ത് ആമേൻ ഡെലിവറി കഴിഞ്ഞ് ആമേൻ അതെ പശുത്തൊട്ടിയിൽ കൊണ്ട് കിടത്തി ആമേൻ നോക്കണമേ നമ്മുടെ കർത്താവിനെ അടക്കം ചെയ്യാൻ ആമേൻ ഒരു കല്ലറ ആമേൻ അതെ മുൻകൂട്ടി ആമേൻ അതെ പണിതിട്ടില്ലെന്ന് ആമേൻ ആര് പണിതു? ആമേൻ അതെ പണിത വ്യക്തി കൊണ്ട് അടക്കം ചെയ്തെന്ന്. അല്ലാതെ യേശു കർത്താവ് അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആമേൻ ശ്മശാനത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നവരുണ്ട്, പള്ളിക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്നവരുണ്ട്, ആമേൻ അത് വസ്തുവിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നവരുണ്ട്, ആമേൻ അങ്ങനെ പലതിനും എന്ത് ചെയ്യുന്നുണ്ട്? വഴക്കുണ്ടാക്കുന്നവരുണ്ട്. എന്നാൽ ഒരു വഴക്കിനും പോകാതെ നീതിമാനായ ദൈവം തമ്പുരാൻ കൊടുത്തിരിക്കുന്ന വചനപ്രകാരം ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവപുത്രനായ യേശുവിനെ ഒതുക്കാൻ നോക്കിയ ലോകത്ത് മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആമേൻ ദൈവപുത്രനാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയ ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാത്രി നിന്നിലൂടെയും വെളിപ്പെടുത്തുവാൻ ദൈവശക്തരാണ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഹല്ലേലൂയ. ഓ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല. ആമേൻ. എനിക്ക് വേണ്ടി ഉപവസിക്കാൻ ആരുമില്ല. ആമേൻ. എന്നെ മൈൻഡ് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് നീ വെറുതെ സമയം കളയാതെ നിന്നെ മൈൻഡ് ചെയ്യുന്ന ആൾ സ്വർഗത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്നെ മൈൻഡ് ചെയ്താൽ നിന്റെ കാര്യം രക്ഷപ്പെട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ എന്ത് ചെയ്യും? തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരാ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃപയാൽ കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചതാ. ആമേൻ. ആമേൻ ഇതായി നിങ്ങൾ ആമേൻ ചിന്തിക്കരുത്. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ആ വചനം ഹൃദയത്തിലേക്ക് വീണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ പറയുക. ആമേൻ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം എന്ത് ചെയ്തു? ഉണ്ടായി. ആമേൻ. ദൈവപുത്രനെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള പ്രവൃത്തി ആമേൻ ആ ഏദനിൽ ആമേൻ പിശാച് ആദമിനെ ഹവ്വയും തള്ളിയിട്ടപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പൂർത്തീകരിക്കേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ എന്ത് ചെയ്യും? തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒടുവിൽ സഹോദരന്മാരെ, ഹല്ലേലൂയ, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട്? എൻ്റെ പൊന്ന് സഹോദര, എൻ്റെ പൊന്ന് പാസ്റ്ററെ, പൊന്ന് ബ്രദറെ, എങ്ങനെ സന്തോഷിക്കാൻ?
മക്കളാണെങ്കിൽ ഒരു വഴി, വീട്ടിലുള്ളവരാണെങ്കിൽ പര വഴി, ഞാനാണെങ്കിൽ അധോഗതി. എങ്ങനെ സന്തോഷിക്കാനാണ്? ആമേൻ. ഇന്ന് രാത്രി നീ കർത്താവിങ്കിലേക്കൊന്ന് വരാമെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ഇരുളിൽ കിടക്കുന്ന നിന്നെ സാക്ഷാൽ വെളിച്ചത്തിലേക്ക് നയിപ്പാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ദൈവം പ്രസാദിച്ച ആമേൻ യേശുവിലേക്ക് നീ ഒന്ന് വരാമെങ്കിൽ നിനക്ക് സന്തോഷിക്കാം. പ്രൈസ് ദി ലോർഡ്. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. ആമേൻ. നിങ്ങൾക്കത് ഉറപ്പുമാകുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, ആമേൻ, എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങളോട് ഇത് പറയുന്നതിൽ എനിക്കെന്തില്ല, ഒരു മടുപ്പുമില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലർ ചോദിക്കും, എൻ്റെ ഷിജു, നിനക്കിതൊക്കെ നിർത്തിയിട്ട് വല്ല പണിക്കും പോയിക്കൂടെ, നിനക്കൊരു നാണവും ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയും. എങ്ങനെയാ പാസ്റ്ററെ സന്തോഷിക്കേണ്ടത്? എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സന്തോഷിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ഉറക്കമൊക്കെ കുറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഭക്ഷണമൊക്കെ ഇച്ചിരി കുറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ വചനമൊക്കെ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ പരകാര്യം നോക്കാനൊന്നും പോകരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നീ അറിയാതെ സന്തോഷിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. സന്തോഷിക്കാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ. തന്ത്രവും മന്ത്രവും ഒന്നും വേണ്ട, നേരോടങ്ങ് ജീവിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. അവരെ ഇവരെ ഒന്നും നോക്കണ്ട, നീ കർത്താവിനെ നോക്കി ഓടിയാൽ മതി. നിനക്ക് സന്തോഷിക്കാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ സന്തോഷം അനുഭവിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആമേൻ. വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് ആമേൻ അതെ കർത്താവിനെ ഒന്ന് അനുഗമിക്കാൻ തയ്യാറായിക്കോ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദിവ്യ ജ്ഞാനവും ഹല്ലേലൂയ ഉൾക്കാഴ്ചയും നൽകുന്ന ദൈവത്തിൻ്റെ വെളിച്ചമാണ് വിശുദ്ധ തിരുവെഴുത്തുകൾ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അന്ധകാര ശക്തിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടുവെന്ന് അറിയുന്നത് പിശാചിനും അവൻ്റെ ഇരുട്ടിൻ്റെ കൂട്ടത്തിനും മേൽ ആധിപത്യം നേടുന്നതിൻ്റെ തുടക്കമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിത് തിരിച്ചറിയണം. ആമേൻ. ഞാൻ സാക്ഷാൽ ദൈവപുത്രനായി യേശുവിനെ ആമേൻ ഹൃദയത്തിൽ സ്വീകരിച്ച് ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. ആമേൻ. എൻ്റെ ലെവല് മാറി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദുഷ്ടൻ്റെ കൂടെ, പാപിയുടെ കൂടെ, പരിഹാസിയുടെ കൂടെ ചുറ്റിക്കറങ്ങി സമയം കളയേണ്ടവനല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ആമേൻ. സഹോദരിമാരെ, നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. മാതാക്കളെ, നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പിതാക്കന്മാരെ, നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. മക്കളെ, നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ ഒരിക്കൽ കൂടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. ആമേൻ. ഒരു മാതാവാണെങ്കിൽ, ഒരു ഭാര്യയാണെങ്കിൽ, ആമേൻ, ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഭാരിച്ച ഉത്തരവാദിത്വമാണ്. ആമേൻ. ഇന്ന് രാത്രി അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ആമേൻ. നിങ്ങൾ അന്ധകാര ശക്തിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവനെന്ന് അറിയുന്നത് പിശാചിനും അവൻ്റെ ഇരുട്ടിൻ്റെ കൂട്ടത്തിനും മേൽ ആധിപത്യം നേടുന്നതിൻ്റെ തുടക്കമാണ്. ആമേൻ. അതെ, ദിവ്യ ജ്ഞാനവും ഉൾക്കാഴ്ചയും നൽകുന്ന ദൈവത്തിൻ്റെ വെളിച്ചമാണ് വിശുദ്ധ തിരുവെഴുത്തുകൾ. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി അല്പസമയം കൂടെ ഈ വചനം ആമേൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ നിന്നിൽ ഒരു ദിവ്യ ജ്ഞാനവും ഉൾക്കാഴ്ചയും ഉണ്ടാകാൻ പോകുകയാണ്. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ അതിനുവേണ്ടി നാം വായിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ വേദഭാഗം ആമേൻ സങ്കീർത്തനങ്ങൾ 119 105 എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? സങ്കീർത്തനങ്ങൾ 119 105 വായിക്കാം. അയച്ചാട്ട് ശബ്ദം 119 105 വായിക്ക് ഷീജ. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ആമേൻ ഇരുള് തേർവാഴ്ച നടത്തുമ്പോൾ ഈ ജഡം കൊണ്ട് ഈ ഭൂമിയിലായിരിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി വെളിപ്പെടുന്ന ജീവൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം എൻ്റെ കാലിന് എന്താണ്? ദീപമാണ്. എൻ്റെ പാതയ്ക്ക് എന്താണ്? പ്രകാശമാണ്. ഹല്ലേലൂയ. നീ തകർന്നു പോകാതെ, നീ വീണു പോകാതെ ജീവിക്കുവാൻ നിന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ബന്ധനമില്ലാത്ത ശക്തി തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഈ സങ്കീർത്തനം
വിഭാഗം ദൈവവചനത്തിൻ്റെ അതുല്യമായ വിലയും അത് പാലിക്കുന്നതിനുമുള്ള ദൃഢനിശ്ചയവും നമുക്ക് നൽകി തരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് ദീപം? ആമേൻ. ദീപത്തെക്കുറിച്ച് നമുക്കറിയാം. ആമേൻ. ദീപാലങ്കാരം അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദീപം തെളിയിക്കാറുണ്ട് അല്ലേ? ആമേൻ. മകരജ്യോതി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എങ്ങനെ കേട്ടത്? ആമേൻ. ഞാൻ ടി വിയിലൂടെയും പേപ്പറിലൂടെയും ഒക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആമേൻ. ദീപം 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 എന്നൊക്കെ സന്ധ്യയ്ക്ക് ചില വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉരുവിടുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ആമേൻ. എന്താ ദീപത്തെക്കുറിച്ച് സത്യവേദ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്? അമ്മ നിന്റെ വചനം എൻ്റെ കാലിന് എന്താണ്? ദീപമാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, സദൃശ്യവാക്യം 20:27 ഒന്ന് വായിച്ചേ. ആമേൻ. അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? സദൃശ്യവാക്യം 20:27, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. പ്രൈസ് ദി ലോർഡ്. അത് ഉദരത്തിന്റെ അറകളെയൊക്കെയും എന്ത് ചെയ്യുന്നു? ശോധന ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ അകത്തിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്ന ആമേൻ ആമേൻ മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപമാണ് എന്ന് പറഞ്ഞാൽ, ആമേൻ, ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ വചനം. ആമേൻ. ഇന്ന് രാത്രി വചനം നിന്റെ ഉദരത്തെ ശോധന ചെയ്യുന്നു. അത് നിന്റെ അകത്തെ ചിന്തകളെ, നിന്റെ അകത്തെ നിരൂപണങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനെ ആമേൻ സ്കാൻ ചെയ്ത് അവൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കി അവൻ്റെ അകത്തെ ഇരുളിൻ്റെ വ്യാപാരത്തെ പൂർണ്ണമായി പുറത്താക്കി അവനെ വെളിച്ചത്തിൻ്റെ ആമേൻ പകലിൻ്റെ ആമേൻ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ വചനത്തിലൂടെ അവനെ പണിത് ആമേൻ അവനെ നിത്യതയ്ക്ക് വേണ്ടി ആമേൻ അതെ വേർതിരിക്കുന്ന ദൈവത്തിൻ്റെ ആമേൻ അത് വലിയ പദ്ധതിയുടെ ഭാഗമായി അതെ ഈ ഭൂമിയിൽ സഞ്ചരിപ്പാൻ ശുശ്രൂഷിപ്പാൻ കൃപ ലഭിച്ച അഭിഷക്തന്മാരെ ഈ ഒരു ദൗത്യം അതെ ചെയ്യുവാനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ തകർക്കാൻ നോക്കിയ ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ആമേൻ ആത്മാവിൽ ഇറങ്ങി വന്നവൻ, ആത്മാവിൽ ജനിച്ചവൻ, യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടപ്പോൾ സാക്ഷാൽ ഇരുള അടയപ്പെട്ട ലോകത്തിനു വേണ്ടി സ്വർഗം തുറന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവിടെ നിൽക്കുന്ന എൻ്റെ പുത്രൻ, എൻ്റെ പ്രിയനായവൻ, അവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുകയാ. അവനെ മരണത്തിന് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അവന് പാതാളത്തെ ജയിക്കുവാൻ, അവനെ പാതാളത്തിൽ ഒതുക്കുവാൻ കഴിയത്തില്ല. മരണത്തെയും പാതാളത്തെയും അതിജീവിച്ച് മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ ഒതുക്കാൻ, നിന്നെ തകർക്കാൻ ഈ ലോകത്തിന് കഴിയത്തില്ല. മരണമെന്ന പ്രതിഭാസത്തിലൂടെ അല്പകാലത്തേക്ക് നീ വിശ്രമിക്കുവാൻ പോയാലും അവിടെ നിന്ന് നിന്നെ ഉയർപ്പിക്കുന്ന ഉയരത്തിൽ അഭിഷേകത്തിന്റെ ശക്തിയെ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. 2 പത്രോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ഇങ്ങനെ കാണുന്നു: പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. ആമേൻ. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. നോക്കണേ, മുക്കുവനായ ആമേൻ പത്രോസ്, ഹല്ലേലൂയ, അവൻ സാധാരണക്കാരനാണ്. അവന് വിദ്യാഭ്യാസം ഇല്ലെന്ന് വിലമതിച്ച് ഒരു കൂട്ടം ആളുകൾ പുച്ഛിച്ച് ആമേൻ അവനെ അകറ്റി നിർത്തിച്ചേ. ചാളയുടെയും അയിലയുടെയും ഐക്കൂറയുടെ ഒക്കെ മണമാണ്. അയ്യോ, ഐക്കൂറ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വിലയാണെന്നറിയോ? അത്രമാത്രം വിലയുള്ള മീന് മനുഷ്യന് വേണ്ടി കടലിൽ പോയി പിടിച്ചോണ്ട് വന്ന് കൊടുത്ത പത്രോസിനെ നാറുന്നവനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ സമൂഹത്തിൽ, അവൻ പഠിപ്പില്ലാത്തവനാണെന്ന്, അവൻ സാധാരണക്കാരനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ അവനെ കൊണ്ട് എഴുതിപ്പിച്ച ആ വചനത്തിൻ്റെ ആധികാരികത തിരിച്ചറിയുന്നവർക്കറിയാം അവൻ്റെ മേൽ വന്ന ജ്ഞാനം എന്താണെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം എന്താ പ്രകാശം? ഹല്ലേലൂയ. അത് 119-ാം സങ്കീർത്തനം 130-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: വിശ്വസ്തയുടെ
രക്ഷയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്റെ വിധികളെ എൻ്റെ മുമ്പിൽ എന്ത് ചെയ്തിരിക്കുന്നു, വെച്ചുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ ആ വിധികളെ എപ്പോഴും എന്ത് ചെയ്യും, ദൈവത്തിൻ്റെ ആ പ്രമാണങ്ങളെ മുമ്പിൽ എന്ത് ചെയ്യും, വെക്കും. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവയാ, അവ ഹൃദയത്തെ എന്ത് ചെയ്യുന്നു, സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന എന്താ, നിർമ്മലമായതാ, അത് കണ്ണുകളെ എന്ത് ചെയ്യുന്നു, പ്രകാശിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയും പട്ടാപ്പകലും അയ്യോ എനിക്കൊരു കാഴ്ചയില്ല. പ്രൈസ് ദി ലോർഡ്. തുറിച്ചു നോക്കിയിട്ടാണ് പറയുന്നത് എനിക്കൊരു കാഴ്ചയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിലും പറഞ്ഞതിൻ്റെ സാരം, ആമേൻ, ഈ പ്രശ്നമുള്ള ലോകത്ത്, ഈ പ്രതികൂലമുള്ള ലോകത്ത് എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് ഒരു പിടിയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇന്ന് രാത്രി, ആമേൻ, നിൻ്റെ കണ്ണുകളെ, അകത്തെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന, ആമേൻ, നിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, ആമേൻ, ദൈവത്തിൻ്റെ വചനം നേരുള്ളവയാ, അവൻ്റെ ആജ്ഞകൾ നേരുള്ളവ, അവൻ്റെ കൽപ്പനകൾ നിർമ്മലമായതാ. ഇന്ന് രാത്രി അത് പാലിക്കുന്നവർക്കായി, അതനുസരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അത്, ആമേൻ, യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ എന്ത് ചെയ്യുന്നു, പ്രകാശിപ്പിക്കുന്നു. ഹല്ലേലൂയ. സദൃശവാക്യം 6:23 കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവൻ്റെ മാർഗവുമാകുന്നു. നോക്കണമേ, കൽപ്പന ഒരു ദീപമാണ്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ചിലർക്ക് കൽപ്പന എന്ന് കേൾക്കുമ്പം വെറുപ്പാണ്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ അംഗീകരിച്ച് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണ്ട, നീ അങ്ങ് ജീവിച്ചോ. ഹല്ലേലൂയ, ആമേൻ. ഉപദേശം ഒരു വെളിച്ചം. ഹല്ലേലൂയ. മക്കളൊക്കെ ഉപദേശം കേൾക്കുന്നത് ഇഷ്ടമേ അല്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ. രാവിലെ എഴുന്നേറ്റ് തുടങ്ങിക്കോളൂ അപ്പൻ, എന്താ ഉപദേശം. ഹല്ലേലൂയ. പിറുപിറുക്കുന്ന മക്കളുണ്ട്. ആമേൻ. ഞാൻ അവരോട് പറയാം, അപ്പൻ്റെ ഉപദേശം നീ എന്ത് ചെയ്യരുത്, ഹല്ലേലൂയ, നിരസിക്കരുത്. അമ്മയുടെ ഉപദേശം നീ എന്ത് ചെയ്യരുത്, നിരസിക്കരുത്. ആമേൻ. വചനം പറയുന്നു, നീ അംഗീകരിച്ചാൽ നിനക്ക് ദീർഘായുസ്സും അത് അനുഭവിക്കാനുള്ള ആരോഗ്യവും, ആമേൻ, അവസരം എല്ലാം ദൈവം എന്ത് ചെയ്യും, നൽകിത്തരും. ഹല്ലേലൂയ, ആമേൻ. അതേ, പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവൻ്റെ മാർഗമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിലർ ദൈവവചനം എടുത്ത് പ്രബോധിപ്പിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ പ്രബോധനം ജീവൻ്റെ മാർഗമാണ്, ജീവിക്കാൻ വഴിയറിയുന്നില്ല. ആമേൻ. ഒരു ആമേൻ സാഹചര്യവും ഇല്ല. ഇന്ന് രാത്രി, ആമേൻ, നിനക്ക് ജീവിക്കാനുള്ള മാർഗം പ്രബോധനത്തിലൂടെ, ഉപദേശത്തിലൂടെ, ശാസനയിലൂടെ, ഹല്ലേലൂയ, ദൈവവചനത്തിൻ്റെ കൽപ്പനയിലൂടെ നൽകിത്തരുമ്പോൾ നീ അത് അംഗീകരിക്കുവാൻ, നീ അത് അനുസരിക്കുവാൻ, നീ അതനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, നിനക്ക് സന്തോഷിക്കുവാൻ കഴിയും. ആമീൻ. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും തെറ്റുപറ്റാത്ത വഴികാട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ലക്ഷ്യം എന്തായിരിക്കണമെന്നും മാർഗം എന്തായിരിക്കണമെന്നും അത് വ്യക്തമായി നമ്മോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ആമീൻ, ദൈവമക്കളെ, ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും എല്ലാം നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആമേൻ, ഇതെല്ലാം നല്ലതായി, ആമേൻ, പര്യവസാനിക്കണമെങ്കിൽ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമെങ്കിൽ കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവൻ്റെ മാർഗവുമാകയാൽ ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, അതെ, സ്വീകരിക്കണം. ആമേൻ. അത് അംഗീകരിക്കണം. അത് പ്രകാരം കീഴ്പ്പെടുവാൻ തയ്യാറാകണം. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരിക്കലും തെറ്റുപറ്റാത്തൊരു വഴികാട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രവചനത്തിൻ്റെ പുറകെ പോയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വഴിതെറ്റിപ്പോവും. ഹല്ലേലൂയ. എന്നാൽ വചനത്തെ, ആമേൻ, ആധികാരികമായി, ആമേൻ, കയ്യിലെടുത്താൽ ഒരിക്കലും തകർന്നു പോകത്തില്ല. കാരണം വചനം പറയുന്നത് ആകാശം മാറും, ഭൂമി മാറും, മാറാത്തത് വചനം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും തെറ്റുപറ്റാത്ത വഴികാട്ടിയ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ലക്ഷ്യം എന്തായിരിക്കണമെന്നും, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അതെ, ലക്ഷ്യം എന്തായിരിക്കണമെന്നും, ഹല്ലേലൂയ, മാർഗം എന്തായിരിക്കണമെന്നും അത് വ്യക്തമായി നമ്മോട് എന്ത് ചെയ്യുന്നു, പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി, ആമേൻ, അതെ, നമ്മോട് സംസാരിക്കുന്ന വചനം നമുക്ക് വ്യക്തമായ ലക്ഷ്യം ബോധ്യം ഉണ്ടാക്കി തരികയാണ്. ഹല്ലേലൂയ. നമുക്ക് വ്യക്തമായ മാർഗരേഖ കാട്ടിത്തരികയാണ്. ഹല്ലേലൂയ. നാം ദൈവവചനം നിരസിക്കുകയും ധിക്കരിക്കുകയും ചെയ്താൽ അന്ധകാരത്തിൻ്റെ മാർഗത്തിലായിരിക്കും നാം സഞ്ചരിക്കുന്നത്. ആമേൻ. ഇന്ന് മിക്ക വീട്ടിലും, ആമേൻ, ദൈവവചനത്തെ നിരസിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിക്കുന്നവരുണ്ട്.
അങ്ങനെ ചെയ്താൽ അന്ധകാരത്തിൻ്റെ മാർഗത്തിലായിരിക്കും അവർ സഞ്ചരിക്കുന്നത്. ആമേൻ. 131 വാക്യത്തിൽ, അതായത് 119 സങ്കീർത്തനത്തിൻ്റെ 131 വാക്യത്തിൽ കാണുന്ന പ്രകാരം നാം ആമേൻ വാഞ്ചിക്കണം. എന്താ വാഞ്ചിക്കേണ്ടത്? നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കയാൽ ഞാൻ എൻ്റെ വായ് തുറന്ന് കിഴയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മൺനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ഇന്ന് രാത്രി ഭക്തൻ പറയുകയാണ്, നിന്റെ കൽപ്പനകൾക്കായി ഞാൻ എന്ത് ചെയ്യുന്നു? വാഞ്ചിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പൊന്ന് ദൈവദാസനെ, വീട്ടിൽ ആകപ്പാടെ കഷ്ടമാണ്. ആമേൻ. ലോൺ അടയ്ക്കാനുണ്ട്. ആമേൻ. കറണ്ട് ആ ബില്ല് അടച്ചില്ലെങ്കിൽ ഫീസ് ഊരും. സ്കൂളൊക്കെ തുറന്നു. കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ആകെ പരിതാപത്തിലാണ്. വല്ല വിടുതലിൻ്റെയും ആമേൻ വല്ല നന്മ കിട്ടുന്നതിൻ്റെയൊക്കെ വചനം എടുത്ത് പറയുകയാണെങ്കിൽ ആമേൻ സ്വോത്രം ഹല്ലേലൂയൊക്കെ പറഞ്ഞ് ഇരിക്കാനൊരു സുഖമുണ്ടെന്നേ. ആമേൻ. അതേ, കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും. ആമേൻ. എപ്പോഴും സന്തോഷിക്കുവാൻ ഉതകുന്ന ജീവൻ്റെ വചനവും ഒക്കെ കേട്ടോണ്ടിരിക്കുമ്പം ആമേൻ അതെ സന്തോഷം വരുന്നില്ല. സന്തോഷം വരണമെങ്കിൽ അടുത്ത മാസം ഇത്രാം തീയതി ആമേൻ അവിടുന്ന് വരുമെന്ന് പണ്ട് ഞാൻ പറഞ്ഞില്ലേ. ആമേൻ. ഞാൻ എൻ്റെ കണ്ണ് അമേരിക്കയിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം സായിപ്പിന്ന് വരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഇതാ വരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ നിന്റെ ജീവിതത്തിലെ ക്രമക്കേട് നിനക്ക് കാണിച്ചു തരുന്ന, നിന്നെ ആമേൻ നീയാക്കി മാറ്റി യഥാർത്ഥമായി ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതത്തിന് ഉടമയായി മാറുവാൻ നിന്റെ കുറവുകളെ ചൂണ്ടി അതെ നിന്നെ ആമേൻ കൊള്ളാവുന്നവനാക്കി മാറ്റുന്ന ജീവന്റെ പ്രകാശമാകുന്ന ദൈവത്തിൻ്റെ വചനത്തെ നീ കേൾക്കുമ്പോൾ ഒഴിഞ്ഞു മാറാതെ ആമേൻ നിന്നെ അതെ ഏൽപ്പിച്ചു കൊടുത്ത് ആമേൻ നിന്നെ ഒന്ന് ശുദ്ധി ചെയ്യുവാൻ, ഹല്ലേലൂയ, നിന്നെ ഒന്ന് പണിയുവാൻ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായും എപ്പോഴും സന്തോഷിക്കുവാൻ ഉളവാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വരുവനായ ദൈവത്തിൻ്റെ കരം അനുകൂലമായി ചലിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കൽപ്പനകൾക്കായി എന്ത് ചെയ്യണം? വാഞ്ചിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ അന്ധകാര ശക്തിയിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? വിടുവിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ശത്രുവിൻ്റെ നുണകളോട് പോരാടുന്നതിന് നിങ്ങൾക്ക് ആവശ്യമായ അറിവാണ് ഹല്ലേലൂയ ഇത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നുണ പറഞ്ഞു വരുന്ന ഒത്തിരി പേരുണ്ട്, കള്ളം പറഞ്ഞു വരുന്ന ഒത്തിരി പേരുണ്ട്, ക്രമക്കേട് കാണിച്ചു വരുന്ന ഒത്തിരി പേരുണ്ട്. ആമീൻ. ഇവരെയെല്ലാം തിരിച്ചറിയുവാനുള്ള വിവേചന വരം ഹല്ലേലൂയ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സ്വതന്ത്രനാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മറ്റു തരത്തിലുള്ള വിടുതൽ ആവശ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സ്വതന്ത്രനാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മറ്റു തരത്തിലുള്ള വിടുതൽ ആവശ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കട്ടപ്പെട്ട് കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് വെളി വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ലോകത്തിലെ കുറേ കാര്യങ്ങൾ നടന്നു കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം എന്ത് ചെയ്യുക? ഉടലെടുത്തോണ്ടിരിക്കുകയാണ്. എന്താ? ആമേൻ. അവർ വെച്ച പോലെ ഒരു വീട്, അവരുടെ വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന കൂട്ടൊരു വണ്ടി, പിന്നെ ആമേൻ പിന്നെ അവരുടെ മക്കള് ഉഗാണ്ടയിൽ പോയപ്പോൾ എൻ്റെ മക്കൾ ഉളമ്പാറയിലെങ്കിലും ഹല്ലേലൂയ, എൻ്റെ മക്കള് ആമേൻ വിദേശത്തെങ്കിലും എന്ത് ചെയ്യണം അല്ലേ? ആമേൻ. ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് പ്രാർത്ഥനയാ. ആമേൻ. കർത്താവ് വരുമ്പം തള്ളപ്പെടാതിരിക്കാൻ വിശുദ്ധ ജീവിതത്തിനുടമയായി ജ്യോതിസുകളെ പോലെ പ്രകാശിക്കേണ്ട നീ ആമേൻ ഇരുളിൽ തപ്പിത്തടയുന്ന ജനത്തെ പോലെ ലോണും എടുത്ത് വീടും വെച്ച് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ അവരെ പോലെ കണ്ണുനീര് ഒഴുക്കി ആമേൻ ഇവിടെ ഒതുങ്ങിത്തീരാൻ സാത്താൻ കുതന്ത്രം പ്രയോഗിച്ച് നിന്റെ അടുത്ത് വരുമ്പോൾ ആമേൻ അത് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ആമേൻ സ്തോത്രം പറഞ്ഞ് ഇരുളിൻ്റെ അകപ്പെട്ട് പോകാതെ ആമേൻ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുന്ന സ്നേഹസ്വരൂപനായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് അവൻ്റെ വചനപ്രകാരം നീ ജീവിക്കുവാൻ തയ്യാറായാൽ നീതിയോട് ഉത്തരമരുളുന്ന ദൈവം, നീതിയോടെ ഉത്തരമരുളുന്ന ദൈവം ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് ഉചിതമെന്ന് പറഞ്ഞ ദൈവപുത്രനിൽ പ്രസാദിച്ചപ്പോൾ സ്വർഗം തുറന്ന് ആത്മാവ് ഇറങ്ങി വന്നത് അതേ നിന്റെ മേൽ വന്ന് നിന്നെയും ജയത്തോടെ അതേ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ആമേൻ. തലമുറയായുള്ള ശാപങ്ങൾ
ഹല്ലേലൂയ. ആമേൻ. തലമുറ തലത്തിലുള്ള ശാപങ്ങൾ ആമേൻ വിട്ടുമാറാതെ ആമേൻ. അത് ആക്സിഡൻറ്റുകൾ, കൊലപാതകങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ എല്ലാം ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ചില കുടുംബങ്ങളുടെ അവസ്ഥ എത്രയോ ശോചനീയകരമാണ്. ഒരു ക്യാൻസർ വന്നാൽ അപ്പന് ക്യാൻസർ, മക്കൾക്ക് ക്യാൻസർ, മരുമക്കൾക്ക് ക്യാൻസർ, പിന്നെ ക്യാൻസറിൻ്റെ ആമേൻ ഒരു കേളി തന്നെയാണ്. ഹല്ലേലൂയ. പിന്നെ മാരകമായ രോഗങ്ങൾ ആമേൻ ഇങ്ങനെ മാറി എന്ത് ചെയ്യുക, പിടിച്ചോണ്ടിരിക്കുകയാണ്. തലമുറ തലത്തിലുള്ള ശാപങ്ങൾ ആമേൻ. നിങ്ങളുടെ രക്തരേഖയിലെ രോഗങ്ങൾ, എല്ലാത്തരം പൈശാചിക പീഡനങ്ങൾ എന്നിവയിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ആമേൻ അതേ ഇരുളിൻ്റെ സാമ്രാജ്യത്തെ കീഴ്മേൽ മറിക്കുവാൻ ഇറങ്ങി വന്ന ദൈവപുത്രൻ സ്ഥാപിച്ച ആ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി മാറുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, കർത്താവ് പറഞ്ഞത് നീതിയും രാജ്യവും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ ലഭിക്കുമെന്ന ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമായതെല്ലാം നൽകിത്തരാൻ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ഈ ലോകത്തിൻ്റെ അധിപതിയായ സാത്താൻ്റെ കൂടെ കൂടി ഇരുളിൽ എന്ത് ചെയ്യരുത്, തപ്പിത്തടയുവാൻ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് ബാങ്കിൽ കയറി ഇറങ്ങിയാലാ ലോണ് കിട്ടുന്നത്? ആമേൻ. ഏത് ആമേൻ അതേ വ്യക്തി പോയി കണ്ടാലാ കാശ് കിട്ടുന്നത്? ആമേൻ. എവിടെ പോയി ചോദിച്ചാലാ കിട്ടുന്നത്? ഇങ്ങനെ തപ്പി നടക്കരുത്. നിന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരുവനെ വെളിപ്പെടുത്തുവാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ആമേൻ, എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും പിതാവ് ആമേൻ പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ആമേൻ നീതിയോടെ ഇരുന്ന് ആമേൻ അതേ ജീവിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ തയ്യാറായ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി സ്വർഗം നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലെ ശത്രുവിൻ്റെ പ്രവർത്തികളിൽ ആമേൻ അതേ പ്രാർത്ഥിക്കാനും ആധിപത്യം സ്ഥാപിക്കുവാനും ഹല്ലേലൂയ അതേ നാം വായിച്ച തിരുവെഴുത്ത് ഉപയോഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ നിങ്ങളുടെ ജീവിതത്തിലെ ശത്രുവിൻ്റെ പ്രവർത്തികളിൽ ഹല്ലേലൂയ അവന് അതിൻ്റെ അകത്ത് നിന്ന് പുറത്തു വരുവാൻ, ഹല്ലേലൂയ അതിന്മേൽ ജയമെടുക്കുവാൻ, ആധിപത്യം സ്ഥാപിക്കുവാൻ ഹല്ലേലൂയ നാം വായിക്കപ്പെട്ട തിരുവചനം എന്ത് ചെയ്യണം? ഹല്ലേലൂയ തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ തയ്യാറാകണം. ആമേൻ. നിങ്ങൾ സ്വതന്ത്രരാണ്. അതിനാൽ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം ആസ്വദിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. യോഹന്നാന്റെ സുവിശേഷം 8-36 പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ അതേ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആമേൻ പുത്രന്റെ ഇടപെടൽ ഉണ്ടാകാതെ, പുത്രൻ സ്വതന്ത്രരാക്കാതെ ആർക്കും സ്വതന്ത്രരാകാൻ പറ്റത്തില്ലെന്ന് വചനം പറയുന്നു. അപ്പം യേശുവിനെ കൂടാതെ ജീവിച്ചാൽ സ്വതന്ത്രനാകുമോ? പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ വാക്കും കൽപ്പനകളും അംഗീകരിക്കാതെ സ്വതന്ത്രനാകുമോ? ആമേൻ. 10,000 രൂപ കിട്ടിയ അത്യാവശ്യം ഇപ്പോഴത്തെ കാര്യമൊക്കെ നടത്താം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 1,00,000 രൂപ കിട്ടിയ ആമേൻ ഇപ്പം തൽക്കാലം പിടിച്ചു നിൽക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ പിടിച്ചു നിൽക്കാൻ ഇവിടെ പറ്റത്തുള്ളൂ. ആമേൻ. ഇവിടുന്ന് നീ പൊങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടുന്ന് നീ പൊങ്ങണമെങ്കിൽ ഇരുൾ നിറഞ്ഞ ഈ രാജ്യത്തിനകത്ത് നിന്ന് ആമേൻ പുത്രൻ തമ്പുരാൻ്റെ രാജ്യത്തിലേക്ക് നീ മാറ്റപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾക്ക് സാക്ഷാൽ എന്ത് ചെയ്യാൻ പറ്റും? സ്വതന്ത്രരാകും. ഹല്ലേലൂയ. അവിടുന്ന് മേടിച്ച് ഇവിടെ കൊടുത്തു, ഇവിടുന്ന് മേടിച്ച് അവിടെ കൊടുത്തു, എന്നും കഷ്ടപ്പെട്ടവനായി, എന്നും സ്വസ്ഥതയില്ലാത്തവനായി, കണ്ണീരും ദുഃഖവും പേറി കഴിയുവാൻ തക്കവണ്ണം പിശാച് നിന്നെ തള്ളി തകർത്തിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി സകല പിശാചിൻ്റെ പ്രവൃത്തിക്കകത്ത് നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ ഇറങ്ങി വന്ന ദൈവപുത്രനായി ക്രിസ്തുവിൻ്റെ സന്ദേശം നീ കേട്ട് മാനസാന്തരപ്പെടാൻ തയ്യാറാകുക. പ്രൈസ് ദി ലോർഡ്. മനസ്സിനൊരു മാറ്റമുണ്ടാക്കാൻ അതേ ഉതകുന്ന വചനം നീ കേട്ടിട്ട് കേൾക്കാത്തവനെ പോലെ ഇരിക്കുക. ആമേൻ. ഇന്ന് രാത്രി ആമേൻ നീ ഉപേക്ഷിക്കേണ്ടതിനെ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുക. ആമേൻ. അതെ നീ വിട്ടിട്ട് നിന്നെ വിടാതെ അത് പിന്തുടരുന്ന ആമേൻ ചില ഇരുളിൻ്റെ വ്യാപാരത്തിനകത്ത് നിന്ന് നിന്നെ പൂർണ്ണമായി വിടുവിക്കുവാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. അവൾ ഒരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം ആമേൻ 1-21 ദാസന്മാർക്ക് തന്നെത്താൻ സ്വതന്ത്രരാകുവാൻ കഴിയുന്നതല്ല. കഴിയുമായിരുന്നെങ്കിൽ അവർക്ക് അടിമകളായിരിക്കുവാൻ സാധ്യമല്ല. അടിമ അല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമേ അടിമകളെ സ്വതന്ത്രരാക്കുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു ആമേൻ ഇത് പ്രവർത്തിക്കുകയും അത് തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞ കാര്യം എത്ര പേർക്ക് മനസ്സിലായി? ഈ ലോകത്തിൽ നിന്ന് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വരുന്ന ആർക്കും ഈ ലോകത്തിലായി
ആയിരിക്കുന്ന ഒരു മനുഷ്യനെയും വിടുവിക്കാൻ പറ്റത്തില്ല. എന്നാൽ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനായതുകൊണ്ടും ആമേൻ മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ ജനിച്ചവനായതുകൊണ്ടും ആമേൻ ഇവിടെ ആയിരിക്കുന്ന ഇരുളിൽ അകപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ പൂർണ്ണമായി വിടുവിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കണമേ, ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് ഇന്ന് രാത്രി നിന്റെ പാപ സ്വഭാവത്തിൽ നിന്ന്, നിന്റെ സകല ക്രമക്കേടിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സ്തോത്രം ചെയ്യുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. അതെ, ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഞെരുക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ നിന്ന്, ജാതികളുടെ ഇടയിൽ നിന്ന്, അവരുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്യും? രക്ഷിക്കും. ഇന്ന് രാത്രി അത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രവർത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 17-18 വാക്യം, ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്യും? രക്ഷിക്കും. ആമേൻ. രക്ഷയില്ല. ആമേൻ. തന്ത്രവും മന്ത്രവും ഒക്കെ ചെയ്ത് നിന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ കയ്യിൽ നിന്ന്, അവരുടെ ഇടയിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന്. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്കും തിരിപ്പാൻ ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ നിനക്കെതിരെ അതേ ആമേൻ പലതും ചെയ്ത് നിന്നെ ഒതുക്കാൻ നോക്കുന്നവരെ ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ, നിന്നെ ഉപയോഗിക്കാൻ ദൈവം ശക്തനാണെന്ന്, നിന്റെ ദേശത്ത് നിന്നെ ഒതുക്കാൻ നോക്കുന്നവരെ അത് ദൈവരാജ്യത്തിന് അവകാശിയാക്കി മാറ്റുവാൻ നിന്നെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ആ ദൂത് ഏറ്റെടുത്ത് എത്ര പേർ സന്തോഷിപ്പാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, നിന്റെ ജീവിത പങ്കാളിയെ തകർക്കാൻ നോക്കുന്നവരെ പോലും നിന്നിലൂടെ അതേ ദൈവരാജ്യത്തിന് അവകാശിയാക്കി മാറ്റുവാൻ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും, റോമാലേഖനം 6-ാം അധ്യായം 16, 17, 18, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്നറിയുന്നില്ലയോ? ഒന്നെങ്കിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച്, ഹല്ലേലൂയ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി സന്തോഷത്തോടെ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇവിടെ നിന്ന് നമ്മളെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾക്ക് അവസാനം എന്താ ലഭിക്കാൻ പോകുന്നത്? നിത്യജീവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ എന്ത് ചെയ്തിരിക്കുക? സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമത്രേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഭക്തൻ പറയുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനോകത്തിൽ പിന്നെ എന്ത് ചെയ്യരുത്? കുടുങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. പലരും കുടുങ്ങിപ്പോകുകയാണ്. ആമേൻ. പ്രാർത്ഥിച്ച് ആമേൻ ബന്ധനമൊക്കെ അഴിഞ്ഞ് ആമേൻ വലിയ സന്തോഷത്തിലേക്കൊക്കെ കയറി ഇങ്ങ് വന്ന് കുറച്ച് കഴിയുമ്പം മെല്ലെ ആ പഴയതിനെക്കാട്ടിലും പണ്ടത്തെക്കാട്ടിലും പിന്നത്തേതിലേക്ക് എന്ത് ചെയ്യുക? അങ്ങ് പോവുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? ആമേൻ, നിൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ വലിപ്പം എന്താണെന്ന് നീ പലപ്പോഴും മറന്നു പോകുന്നു. പക്ഷേ ആമേൻ ദലീല മറക്കുന്നില്ല. ആമേൻ ശിംശോൻ്റെ ആ മേലുള്ള ആമേൻ ആ ശക്തി എന്താണെന്ന് ആമേൻ തിരിച്ചറിഞ്ഞ് അവൻ്റെ ജട അങ്ങ് മുറിച്ച് ആ ശക്തി അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആമേൻ മയക്കി കിടത്തുന്ന ആമേൻ ചില ദലീലന്മാരെ പോലെ ചില അന്ധകാരത്തിൻ്റെ മണ്ഡലങ്ങൾ നിനക്ക് ചുറ്റുമുണ്ട്. ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞ് വേണം ആമേൻ നീ ആമേൻ മുൻപോട്ട് പോകാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെ എന്ത് ചെയ്യരുത്? കുടുങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന
പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളെ കുടുക്കുന്ന, നിങ്ങളെ തകർക്കുന്ന, നിങ്ങളുടെ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന, നിങ്ങളെ നിത്യതയിൽ എത്തിക്കാതിരിക്കുവാൻ നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ, നിങ്ങളുടെ മേലുള്ള കൃപാവരങ്ങളെ, നിങ്ങളിലുള്ള ആത്മീയ കാഴ്ചപ്പാടിനെ, അതെ നിങ്ങളുള്ള ആത്മീയ വെളിച്ചത്തെ ആമേൻ ഇല്ലാതാക്കുവാൻ, ഈ ലോകത്തിലായിരിക്കുന്ന നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ തക്കവണ്ണം അതെ പ്രാപ്തി ഉള്ളവനാണെന്ന് നടിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ അതെ നിങ്ങളുടെ കണ്ണുകളെ കുരുടാക്കാൻ ഹല്ലേലൂയ അവൻ എന്ത് ചെയ്യാണ്? ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഉറച്ച് നിൽക്കണം. എന്തിന് ഉറച്ചു നിൽക്കണം? ക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്ന വചന വെളിപ്പാടി ഹല്ലേലൂയ അതേ പാതയ്ക്ക് പ്രകാശവും കാലിന് ദീപവുമായ ദൈവവചനത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. ഇന്നലെ നിന്റെ കാലിനെ കുടുക്കി, നിന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച്, നിന്നെ രോഗിയാക്കി, നിന്നെ കണ്ണുനീരിലും ദുഃഖത്തിലും ഒക്കെ ഇട്ട അവസ്ഥയിൽ നിന്ന് നീ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഉറക്കളച്ചിരുന്ന് പാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് ആമേൻ ദൈവമക്കളോട് കൂടെ കൂട്ടായ്മ കൂടി നീ ഏറ്റെടുത്ത അനുഭവങ്ങളൊന്നും മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിന്നെ മറവിയിലേക്ക് കൊണ്ടുപോക്കി ആമേൻ നിന്നെ പിന്നെയും കുടുക്കുവാൻ തക്കവണ്ണം സാത്താൻ പ്രബലപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വചനത്തിൽ ഉറയ്ക്കണം. അടിമനുഖത്തിൽ പിന്നെ എന്ത് ചെയ്യരുത്? കുടുങ്ങി പോകരുത്. പ്രിയരെ, വചനത്തിൻ്റെ ആമേൻ അതെ ആ ശക്തി ഹല്ലേലൂയ ഒരിക്കലും നിങ്ങളിൽ നിന്നും ആമേൻ ചോർന്നു പോകുവാൻ എന്ത് ചെയ്യരുത്? ഹല്ലേലൂയ. ശത്രു നിങ്ങളെ വഞ്ചിക്കാൻ എന്ത് ചെയ്യരുത്? അനുവദിക്കരുത്. ഒരിക്കലും അവൻ നിങ്ങളുടെ കാൽ ആമേൻ കുടുക്കുവാൻ എന്ത് ചെയ്യരുത്? ഇടയാകരുത്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം എന്താ വായിക്കുന്നത്? ലൂക്കോസ് 10:19. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 10:19 വായിച്ചട്ടെ വേഗം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം. അതെ. മതി. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല? ദോഷം വരുത്തുകയില്ല. ഇതാരാ പറഞ്ഞത്? ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ആമേൻ പറഞ്ഞ് യോഹന്നാൻ്റെ ആമേൻ കീഴിൽ യോർദാനിൽ സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറന്നു. ആമേൻ ഇവനെൻ്റെ പ്രിയപുത്രൻ. അപ്പം ദൈവം ആമേൻ പ്രിയനായി കണ്ട് പ്രസാദിച്ചവൻ ആമേൻ ആരാ? യേശുവ. ആമേൻ യേശുവിൻ്റെ മേൽ സകല അധികാരവും ആര് നൽകി? ഹല്ലേലൂയ. പിതാവായ ദൈവം നൽകി. ആമേൻ. ഈ പിതാവായ ദൈവം കൊടുത്ത അധികാരമുള്ളവൻ അവനെ അനുഗമിച്ച തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ ഏതോ എൻജിനീയറിംഗ് സ്കൂളിൽ പഠിച്ചിട്ട് ഏതോ ഒരു മന്ത്രിയുടെ കീഴിൽ പോയി കുറേ നാൾ ഇരുന്നിട്ട് അവിടുന്ന് കിട്ടിയ അധികാരമൊന്നും അല്ല അവനെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് പിതാവായ ദൈവം കൊടുത്ത അധികാരം യേശു കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം എന്ത് ചെയ്യില്ല? വരുത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ വചനത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് സന്തോഷിക്കാനിടയാകണം. ഹല്ലേലൂയ. ആമേൻ. അവനെ അനുഗമിക്കുന്ന എനിക്ക് തന്നിരിക്കുന്ന അധികാരം ഈ ലോകത്തിൻ്റെ മേലുള്ള അധികാരമാണ്. ഈ രോഗത്തിന്മേൽ, ഈ ശാപത്തിന്മേൽ, ഈ പാപത്തിന്മേൽ, ഈ ഇരുളിന്മേലുള്ള അധികാരമാണ്. ഇന്ന് രാത്രി ആ അധികാരം തിരിച്ചറിയുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഈ അധികാരം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. ഈ അധികാരം ആമേൻ അതെ അവനിൽ നിന്ന് പ്രാപിച്ച് ഉപയോഗിക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എങ്ങനെയാണ് ഈ അധികാരം ആമേൻ നമ്മളിൽ മേൽ വരുന്നത്? ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-18 ആമേൻ വാക്യങ്ങളിൽ വായിക്കുവാൻ കഴിയുന്നു. 16-16, 17-18. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. ആ ആ ആ ആ ആ ആ ആ
ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. ഇത് ഞാനോ എന്നെ പോലുള്ള ഒരു മനുഷ്യനോ ആമേൻ അവൻ്റെ ബുദ്ധി കൊണ്ടോ അവൻ്റെ കഴിവ് കൊണ്ടോ എഴുതിയതല്ല. ആമേൻ. അതെ, നമ്മെപ്പോലെ ഈ ഭൂമിയിലായിരുന്ന മനുഷ്യനെ ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ നിയോഗം കൊടുത്ത് എഴുതിപ്പിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവൻ്റെ ബുദ്ധി കൊണ്ട് എഴുതിയതല്ല, അവൻ്റെ അറിവ് കൊണ്ട് എഴുതിയതല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്താൽ എഴുതിയതാ. എന്താ എഴുതിയത്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ എന്ത് ചെയ്യും? അകപ്പെടും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇന്ന് രാത്രി നിന്നിലൂടെ ചില അടയാളങ്ങൾ ദൈവം നടത്തുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. ഈ കൂട്ടായ്മയിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്ന ആമേൻ ഒരു അഭിഷക്തൻ, വിസ്താരഭയത്താൽ പേര് പറയുന്നില്ല, ആമേൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ വലിയ വിടുതൽ നടക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ റീസൺ എന്താ? ആമേൻ ഇരുളിലായിരുന്ന സമയത്ത് നടക്കാതിരുന്നത് ഇപ്പോൾ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞു. ആമേൻ. അവന് സ്തോത്രം ചെയ്തുകൊണ്ട്, അവന് മഹത്വം കൊടുത്തുകൊണ്ട്, അവൻ്റെ വചനത്തിൻ്റെ ആധികാരികത തിരിച്ചറിഞ്ഞ് അവൻ്റെ രാജ്യത്തിൽ ആയിരിക്കുന്നത് കൊണ്ട് അവൻ ചെയ്യുന്നതിലും അധികം കാര്യങ്ങൾ ചെയ്യുവാൻ അധികാരം നൽകിയ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, അത് കൽപ്പിക്കുമ്പോൾ ദൈവപ്രവൃത്തി എന്ത് ചെയ്യാണ്? വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമീൻ സിമ്പിളാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ടെൻഷൻ ഫ്രീ ലൈഫ് എന്ന് ഞാൻ പറയും. പ്രൈസ് ദി ലോർഡ്. ടെൻഷൻ ഇല്ലാതെ ആമീൻ നീ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ ദൈവം എന്ത് ചെയ്യും? നടത്തും. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയിലൂടെ ദൈവപ്രവൃത്തി എന്ത് ചെയ്യും? വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. വിശ്വസിക്കുന്നവരാ. നീ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. നീ വിശ്വസിക്കാതെ കണ്ട് നീ അവിശ്വസിച്ച് ആമേൻ അത് ശിഷ്യന്മാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഫെയിലറായി പോകാൻ കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ അവിശ്വാസം കൊണ്ടാണെന്നാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വേറെ ഒരു കാര്യമല്ല പറഞ്ഞത്. അതുകൊണ്ട് നിന്റെ അവിശ്വാസത്തെ നീക്കിത്തരാൻ ഇന്ന് രാത്രി നീ ആദ്യം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നീ പ്രാർത്ഥിച്ച് നീ വിശ്വാസം ഏറ്റെടുത്ത് നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളൊക്കെ നടക്കാൻ തുടങ്ങിയാൽ പിന്നെ നിനക്ക് ഇരിക്കാൻ സമയമില്ലാത്ത രീതിയിൽ നിന്റെ മുമ്പിൽ ആവശ്യക്കാർ വരും. ആമേൻ. വിളിക്കാൻ തുടങ്ങും. ആമേൻ. അടുത്ത് വരാൻ തുടങ്ങും. ആമേൻ. അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഇന്ന് രാത്രി ആമേൻ അതെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, മരണത്തെ മുഖാമുഖമായി കണ്ടവർ പോലും ഇന്നും ജീവനോട് ഇരിക്കുന്ന ആമേൻ വിധത്തിൽ പ്രാർത്ഥനയുടെ ശക്തി നിന്റെ അധരത്തിലൂടെ വരുന്ന വാക്കുകളിലൂടെ വെളിപ്പെടുന്നത് കാണുമ്പോൾ നിനക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഈ ആമേൻ മീഡിയയിലൂടെ ഈ സ്ക്രീനിലൂടെ ഞാൻ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആമേൻ കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് മുമ്പ് ആമേൻ ഞാൻ കിടക്കയിൽ കിടന്ന് ആമേൻ നിലവിളിക്കുന്നതും തിരിയുന്നതും കണ്ട് ആമേൻ എൻ്റെ മരണത്തെ ആമേൻ മുന്നമേ കണ്ട വ്യക്തി ഇപ്പോൾ ആമേൻ മൈലുകൾക്ക് അപ്പുറത്തിരുന്ന് എന്നെ ശ്രദ്ധിക്കുന്നത് ആമേൻ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എത്ര സന്തോഷമെന്നറിയാമോ? കാരണം എന്നെ ആമേൻ അത് ഇരുളിന് വിട്ടുകൊടുക്കാതെ വെളിച്ചത്തിൻ്റെ രാജ്യത്തിൽ അനേകർക്ക് വെളിച്ചം പകരുവാൻ എഴുന്നേൽപ്പിച്ച് നിർത്തി ചെയ്യിപ്പിക്കുന്നത് കാണുവാൻ കണ്ണുകൾക്ക് ഭാഗ്യം ലഭിക്കുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച വ്യക്തികൾക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അതേ സന്തോഷിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആമേൻ. ഹല്ലേലൂയ. വീഞ്ഞും ധാന്യവും വർദ്ധിച്ചതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ എന്ത് ചെയ്യും? പുറത്താക്കും. പുതുഭാഷകളിൽ അവർ എന്ത് ചെയ്യും? സംസാരിക്കും. സർപ്പങ്ങളെ പിടിച്ചടക്കും. മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് എന്ത് ചെയ്യില്ല? ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് എന്ത് ചെയ്യും? എത്ര രോഗികൾ, എത്ര രോഗികൾ, എത്ര രോഗികൾ. ഹല്ലേലൂയ. ചിലർ ചോദിക്കാറുണ്ട്, എന്നാൽ പിന്നെ ആശുപത്രിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ, നിങ്ങളെപ്പോലുള്ളവരൊക്കെ ചെന്ന്
ആശുപത്രി കിടക്കുന്നവരുടെ തലയിലോട്ട് അങ്ങ് കൈവച്ചാൽ പോരേന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നമ്മുടെ കർത്താവായ യേശു കാണിച്ച മാതൃക പ്രകാരമേ ആമേൻ ഈ ഭൂമിയിൽ ആമേൻ ചെയ്യാൻ വ്യവസ്ഥയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ഒരു ആശുപത്രിയിൽ പോയി ആരെയും സൗഖ്യപ്പെടുത്തിയതായിട്ട് എവിടെയും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അടുക്ക വന്നവരെ കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന്. കർത്താവിൻ്റെ അടുത്തോട്ട് ചുമന്നുകൊണ്ട് വന്നവരെ വരെ എന്ത് ചെയ്തിട്ടുണ്ട്? സുഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആമേൻ അതെ ആമേൻ അത്ഭുതം കാണാൻ വേണ്ടി ചുമന്നുകൊണ്ട് വന്നാൽ നടക്കണമെന്നില്ല. ആമേൻ നീ വിശ്വസിച്ച് ചുമന്നുകൊണ്ട് വന്നാൽ നീ വരുന്ന വഴി നീ ഇവിടെ എത്തേണ്ട, അതിനു മുമ്പ് തന്നെ വഴിന്ന് സൗഖ്യമാകും. വിശ്വാസം ഉണ്ടെങ്കിൽ നീ പോര്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അത്ഭുതങ്ങൾ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ നടക്കത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്നും ആമേൻ ശക്തിയോടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അതിൻ്റെ തെളിവായി ഇന്ന് രാത്രി ഈ ലൈവിൽ ഞാൻ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിസ്താര ഭയത്താൽ ആമേൻ ഞാൻ പറയുന്നില്ലെന്നുള്ളൂ. ആമേൻ കഴിഞ്ഞ രാത്രിയിലും ആമേൻ അതെ ആമേൻ ഏറിയ സമയം പ്രാർത്ഥിച്ചു. ആമേൻ അതെ പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആമേൻ ക്രിസ്റ്റിക്ക് സ്റ്റേജാണ്. ആമേൻ മരണത്തെ മുമ്പിൽ കാണുന്നുണ്ട്. പക്ഷേ കുറവുകളെ ഏറ്റുപറഞ്ഞ് കരുണാമയനായ ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറായാൽ നീക്കുപോക്ക് ദൈവം നൽകും. ആമേൻ അർദ്ധരാത്രി ആയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, അതെ അടുത്ത ഹോസ്പിറ്റൽ ICUയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ആമേൻ അതെ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ജീവിക്കുമോ മരിക്കുമോ, ജീവിക്കുമോ മരിക്കുമോ? ഞാൻ പറഞ്ഞു ജീവനും മരണവും ഒക്കെ നമ്മുടെ നാവിൻ്റെ അധികാരത്തിലാണ് ഉള്ളത്. ആമേൻ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഇന്ന് പകൽ ഈ വൈകുന്നേര സമയം വരെ അവർ പറഞ്ഞിരിക്കുന്നത് ഇമ്പ്രൂവ്മെൻ്റായി, നല്ല ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ട് പാസ്റ്ററെ, സന്തോഷത്തോടെ ഇരിക്കുന്നു. ദൈവം തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ICUയിലെത്തി. ആമേൻ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു, ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് ചിന്തിച്ച് കിടക്കുന്നിടത്ത് നിന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ആമേൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ഈ ലോകത്തിൽ ആർക്കും തടയാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കുന്നവരാലാണ് ഈ അടയാളം നടക്കുന്നത്. അല്ലാതെ കുറ്റവും പറഞ്ഞ് ആമേൻ കുറവും പറഞ്ഞ് കള്ളും കുടിച്ച് തോന്നിയ പോലെ ജീവിക്കുന്നവരിലൂടെ അല്ല, അവർക്ക് വേണ്ടിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. 91 സങ്കീർത്തനം 13 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ: സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ എന്ത് ചെയ്യും? മെതിച്ച് കളയും. ഹല്ലേലൂയ. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? അത്യുന്നതനായ സർവശക്തനായ ദൈവത്തിൻ്റെ നിഴലിൻ്റെ കീഴിൽ പാർക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. നീ ദൈവം ആരാന്നറിഞ്ഞ് ദൈവം ആരാന്ന് അറിയത്തില്ലെങ്കിൽ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുവിനെ നീ അറിഞ്ഞ് ജീവിക്കാൻ തയ്യാറായാൽ ഈ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഭയം പ്രാപിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജീവിക്കുന്ന നീ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ എന്ത് ചെയ്യും? മെതിച്ചു കളയും. ഹല്ലേലൂയ. ഇതൊക്കെ ചുമ്മാതാണെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഒരിക്കലേ ഞാൻ യാത്ര ചെയ്ത് കടലിലെ ആപത്തിൽ അകപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ സേവിക്കുന്ന എൻ്റെ ഉടയവനായ ദൈവം കഴിഞ്ഞ രാത്രി എനിക്ക് വെളിപ്പെട്ടിട്ട് പറഞ്ഞു, പൗലോസേ നിനക്കും നിന്റെ കൂടെയുള്ളവർക്കും ഒന്നും സംഭവിക്കത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ അത് ഓടിച്ചെന്ന് കയറിയ ദ്വീപിൽ ആമേൻ ശീതം മാറ്റാൻ വേണ്ടി, ശീതകാലമായതുകൊണ്ട് അവിടെയുള്ള ബർബറന്മാരെല്ലാം കൂടി വിറക് പെറുക്കി കായുന്നത് കണ്ടപ്പോൾ പൗലോസ് വിചാരിച്ചു, ഇനിയിപ്പോൾ ഇവന്മാരുടെ കൂടി ചൂട് കാഞ്ഞ ചിലപ്പം ആമീൻ ഇവന്മാർ വല്ല കാശും ചോദിച്ച് ഇവന്മാർ അവിടെ പിടിച്ചു വച്ചാലോ, അതുകൊണ്ട് ആരോഗ്യമുണ്ടല്ലോ, വിറക് പെറുക്കിയിട്ട് തീ കായാന്ന് ഓർത്തിട്ട് പൗലോസും പോയി ആമേൻ വിറകെടുത്ത് ആമേൻ കൊണ്ടിട്ടപ്പോൾ ചൂട് കാരണം ആമേൻ ഒരണലി അങ്ങോട്ട് ചാടി കയ്യിലോട്ട് പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അണലി ആമൻ ചാടി പിടിക്കുന്നത് ബർബറന്മാർ കണ്ടപ്പോൾ ഇവൻ വലിയ പാപിയാണ്, ആമൻ നീതിദേവി പോലും ആമൻ ഇവനെ വെറുതെ വിടുന്നില്ല, ആമൻ ഇവനിപ്പോൾ ചത്ത് വീർത്ത് വീഴുമെന്ന് കാണാൻ നോക്കി നിന്ന ബർബറന്മാരുടെ കണ്ണിൻ്റെ മുമ്പിൽ പൗലോസ് ഇതിനെ ആമൻ അതെ ഓലപ്പാമ്പിനെ കുടഞ്ഞ് തീക്കാത്തിടുന്നത് പോലെ ആമൻ ആ തീക്കാത്തിട്ട് ചുട്ട് കളഞ്ഞെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ വേണ്ടി വരുന്നതിനെ നീ തകർക്കുന്ന ഒരു അഭിഷേകം, ഒരധികാരം ഇന്ന് രാത്രി നിന്റെ മേൽ വീഴുന്ന രാത്രിയാ. ആമേൻ. നീ കേട്ട വചനപ്രകാരം അത് ജീവിക്കുവാൻ, നിന്റെ കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി ജീവന്റെ വചനം ഇന്ന് രാത്രി അത് നീ ഏറ്റെടുത്ത് അവനെ യഥാർത്ഥമായി സ്വീകരിച്ച് ആമേൻ ഇരുളിൻ്റെ രാജ്യത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന് നീ സ്തോത്രം ചെയ്യുന്നവനായാൽ, സ്തോത്രം പറയുന്ന നിന്റെ ആദരത്തിലൂടെ നീ പറയുന്ന വാക്കുകളിലൂടെ ദൈവശക്തി വെളിപ്പെട്ട്
ബലപ്പെട്ട് അതേ കിടക്കയിൽ കിടക്കുന്ന രോഗി എഴുന്നേറ്റ് നിന്നോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. പ്രൈസ് ദി ലോർഡ്. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആമേൻ. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ഉപസംഹരിക്കാൻ പോകുകയാണ്. ആകയാൽ നിങ്ങൾ ആർക്ക് കീഴ്പ്പെടണം? ദൈവത്തിന് കീഴ്പ്പെടണം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡവും കൃപയും സത്യവും നിറഞ്ഞവനുമായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ കർത്താവായ യേശു ക്രിസ്തുവിന് നിങ്ങൾ കീഴ്പ്പെടണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വചനത്തിന് കീഴ്പ്പെടണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. പിന്നെ വചനമൊക്കെ അങ്ങനെ അവിടെയൊക്കെ കാണും. ഈ വചനമൊക്കെ അംഗീകരിക്കുന്ന ആരുണ്ട് ഇപ്പോൾ? ഹല്ലേലൂയ. മറ്റുള്ളവരെ പ്രസംഗിപ്പിച്ച് ആമേൻ കേൾപ്പിച്ചിട്ട് ആമേൻ നീ ലജ്ജിക്കാതിരിക്കേണ്ടതിന് നീ പ്രസംഗിക്കാതിരിക്കുന്നത് നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴ്പ്പെടാൻ മനസ്സില്ലാത്തവൻ പ്രസംഗിക്കാൻ നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. പിശാചിനോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. ഇന്നിപ്പോൾ പിശാചിനോടല്ല എതിർക്കുന്നത്, അപ്പനോടും എതിർക്കും, അമ്മയോടും എതിർക്കും, ചേട്ടനോടും എതിർക്കും, അനിയനോടും എതിർക്കും, ഭർത്താവിനോടും എതിർക്കും, ഭാര്യയോടും എതിർക്കും. പ്രൈസ് ദി ലോർഡ്. മക്കളോടും എതിർക്കും, അയൽവക്കംകാരോടും എതിർക്കും. എന്നാ ഈ വചനപരിജ്ഞാനമൊക്കെ പ്രാപിക്കുന്നത്? ഹല്ലേലൂയ. നിന്റെ അയൽവക്കംകാരുടെ ആമേൻ പുറകിൽ നിന്ന് അവരെ കൊണ്ട് നിനക്കെതിരെ ആമേൻ കുറ്റാരോപണം ചെയ്യിപ്പിക്കുന്ന പിശാചിനെ പിടിച്ചു കെട്ടേണ്ട നീ, ഹല്ലേലൂയ, ആമേൻ, അവരെ ആമേൻ തോപ്പിക്കാൻ വേണ്ടി അവരോട് മർക്കടമുഷ്ടി കാണിച്ച നീ രക്ഷപ്പെടുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ ആധികാരികത തിരിച്ചറിയണം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. പിശാചിനോട് എന്ത് ചെയ്യണം? നിന്റെ അപ്പം പിശാചാണോ? നിന്റെ അമ്മ പിശാചാണോ? നിന്റെ ഭാര്യ പിശാചാണോ? നിന്റെ ഭർത്താവ് പിശാചാണോ? നിന്റെ കൂടപ്പറപ്പ് പിശാചാണോ? ആരാ പിശാച്? ഇന്ന് രാത്രി നീ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോയി. ഇന്ന് പിശാച കൂടെ കിടക്കുന്നത്. കഴിഞ്ഞൊരു ദിവസം ആമേൻ ഉറക്കത്തിൽ ഒരാൾ ചവിട്ടി തൻ്റെ ഭാര്യയെ തൊഴിച്ച് താഴെ ഇട്ടെന്നാണ് കേട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, പിശാച് ഭാര്യയല്ല, പിശാച് ഭർത്താവല്ല, പിശാച് മക്കളല്ല, പിശാച് അപ്പനല്ല, പിശാച് ലോകത്തിലുള്ള ആരുമല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ പിശാച് അവരിൽ കയറി അവരെ കൊണ്ട് പലതും എന്തു ചെയ്യും? ചെയ്യിപ്പിക്കും. അതിനെ പിടിച്ചു കെട്ടാനുള്ള അധികാരം ദൈവം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴടങ്ങണം. ഇന്ന് രാത്രി വചനത്തിന് കീഴ്പ്പെടാമോ? നീ കീഴ്പ്പെട്ടാൽ നിന്നിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവപ്രവൃത്തി എങ്ങനെ വെളിപ്പെടുന്നത്? നിന്നോട് കൂടെ നടന്ന് നിന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് നിന്നെ വിട്ടങ്ങ് പോകുന്നത്. പിന്നെ വേറെ ആരും വന്ന് തലയെ പിടിച്ച് കുലുക്കി എടാ ഇറങ്ങടാ ചാടറാന്നൊന്നും പറയണ്ടെന്ന്. ഇന്ന് രാത്രി നീ വചനത്തിനൊന്ന് കീഴ്പ്പെടും. സ്വയം കീഴ്പ്പെടും. ആ തലയിലോട്ട് കൈവച്ചിട്ട് ഈ സമയം ഇപ്പം എന്നോട് ചേർന്ന് കർത്താവേ, നിന്റെ വചനത്തിന് മുമ്പാകെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. പറഞ്ഞാൽ പോരാ, നിന്റെ പ്രവൃത്തിയിൽ അത് വെളിപ്പെടണം, നിന്റെ സ്വഭാവത്തിൽ അത് വെളിപ്പെടണം. ആമേൻ. നിന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന പിശാച് നിന്നെ വിട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. നീ സ്വതന്ത്രനായാൽ നിന്റെ അതരത്തിലൂടെ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവരെ ഞെരുക്കുന്ന പിശാച് അവരെ വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭർത്താവിനെയാകട്ടെ, ഭാര്യയാകട്ടെ, കൂടപ്പിറപ്പിന് ആരെയാകട്ടെ, അവരെ ഞെരുക്കുന്ന പൈശാചിക ശക്തി നിന്റെ വാക്കിൻ്റെ മുമ്പിൽ വിട്ടുപോകും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആര് വിഴുങ്ങേണ്ടി വന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീ ചുമ്മാ കിടന്ന് പുട്ടു അടിച്ച് കിടന്ന് ഉറങ്ങരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ ഉപവാസവും പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ ആമേൻ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് പറയുന്നത്. ആമേൻ. ഉപവാസം ഇരിക്കുമ്പോൾ ആമേൻ പരകാര്യത്തിന് വേണ്ടി ആമേൻ പ്രാർത്ഥിച്ച് ക്ഷീണിച്ചിട്ട് ആമേൻ രാത്രി കിടന്ന് മാത്തനിതയെ കിടക്കുന്നതെന്നും പറഞ്ഞ് ഉറങ്ങുന്ന ശീലമാണെങ്കിൽ നിൻ്റെ ഉപവാസം പരാജയപ്പെടും. പ്രൈസ് ദി ലോർഡ്. പകല് ആമേൻ നീ ദൈവസന്നിധിയിലിരുന്ന് വചനമൊക്കെ വായിച്ച് ധ്യാനിച്ച് ആമേൻ അതേ വിശ്രമിച്ച് ആമേൻ രാത്രിയിൽ എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ നീ എഴുന്നേക്കണം. പ്രൈസ് ദി ലോർഡ്.
നീ എഴുന്നേറ്റ് ആമേൻ നിൻ്റെ അകക്കണ്ണൊന്ന് പ്രകാശിച്ച് ആമേൻ നിൻ്റെ ഭാര്യയുടെ പുറകിൽ നിത്യരോഗിയാക്കി ദണ്ഡനത്തിൽ ആമേൻ കുടുക്കിയിട്ടിരിക്കുന്ന പൈശാചികൻ്റെ കെട്ടുകൾ അഴിക്കുവാനുള്ള അധികാരം നീ പ്രാപിച്ച് അന്ധകാര മണ്ഡലങ്ങളോട് നീ പൊരുതണം. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ദേശത്ത് ആത്മാക്കളെ വിടുവിക്കത്തില്ലെന്ന് പറഞ്ഞ് ആത്മാക്കളുടെ ആമേൻ അതെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്ന ദേശത്തിൻ്റെ അധിപതിയെ നീ വെട്ടാൻ തയ്യാറാകണം. പ്രൈസ് പകല് ആമേൻ നീ ഇരുന്ന് ക്ഷീണിച്ചിട്ട് രാത്രി കടന്ന് കൂർക്കം വലിച്ചുറങ്ങിയാൽ ആമേൻ പകലിരുന്ന് നിന്നെ സാത്താൻ രാത്രി അടിച്ച് തകർക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഉപവസിക്കുന്ന നീ ഗൗരവമായി കാര്യങ്ങൾ തിരിച്ചറിയണം. ആമേൻ ഇത് കളിയല്ല, ഇത് പിശാചിനോട് ആമേൻ പടവെട്ടുന്ന പോർക്കളമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പിശാച് നിന്നെ ആമേൻ മയക്കി കിടത്തി അങ്ങ് രാരിരോ വെച്ചെന്തി ഉറക്കും. പ്രൈസ് ദി ലോർഡ്. ആ ഉറക്കത്തിൽ നീ അകപ്പെട്ടു പോയാൽ ആമേൻ നീ ഇരുന്നപ്പോഴുണ്ടായിരുന്ന ഉശിരു പോലും അവസാനം ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഉപവസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും വചനം ധ്യാനിക്കുന്നവരെല്ലാം ഇത് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിക്കൻ ബിരിയാണി കഴിച്ചാലും മട്ടൻ ബിരിയാണി കഴിച്ചാലും ആമേൻ ശരീരത്തിന് നല്ല എനർജറ്റിക് ആയെങ്കിൽ മാത്രമേ അത് കഴിച്ചുകൊണ്ട് ഗുണമുള്ളൂ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ജാക്ക് ഫ്രൂട്ട് ആയാലും ശരി, ആപ്പിളായാലും ശരി, പൈനാപ്പിൾ ആയാലും ശരി, മുന്തിരി ആയാലും ശരി, റോബസ്റ്റ എന്തോ ആകട്ടെന്ന് അതിൽ എന്തോ കഴിച്ചാലും അത് ശരീരത്തിന് എനർജറ്റിക് ആയാലല്ലേ അതുകൊണ്ട് ഗുണമുള്ളൂ. അത് കഴിച്ച ഉടനെ ദഹനക്കേടുണ്ടായി വൊമിറ്റിങ്ങുമായി ലൂസ് മോഷനുമായി ഉള്ള ആരോഗ്യം പോയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ആത്മീയ ആഹാരം നീ കൂടുതൽ കഴിക്കുന്ന സമയമാണെന്ത് ഉപവാസം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിൽ നിന്ന് കട്ടിയായ ആഹാരം ഭക്ഷിച്ച് അകത്തെ മനുഷ്യനെ ഇങ്ങനെ പുഷ്ടിപ്പെടുത്തുമ്പോൾ അതിലുള്ള എനർജിയൊക്കെ എന്ത് ചെയ്യണം? വേണം. പ്രൈസ് ദി ലോർഡ്. ആ എനർജി പ്രാപിച്ചിട്ട് ആമേൻ നമ്മൾ അന്ധകാര മണ്ഡലങ്ങളോട് എന്ത് ചെയ്യണം? പൊരുതണം. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ഉപവാസം കഴിയുമ്പോൾ, നിൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ, നിൻ്റെ ആരാധന കഴിയുമ്പോൾ ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കണ്ട് ആമേൻ ദേശം ഞടുങ്ങണം. ഹല്ലേലൂയ. അന്ധകാര മണ്ഡലങ്ങൾ തകരണം. പ്രൈസ് ദി ലോർഡ്. അതല്ലേ യേശു കർത്താവിൽ പിതാവായ ദൈവം പ്രസാദിച്ച് കഴിഞ്ഞപ്പോൾ ലോകം കണ്ടത്. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി കണ്ടു. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ആമേൻ ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ഒരു വാക്യം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-11 വാക്യം. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വചനപ്രകാരം ജീവിക്കുന്നവർ ആമേൻ ഈ ലോകത്തിൻ്റെ ഇരുളിനെ എന്ത് ചെയ്യും? ജയിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവർ തങ്ങളുടെ പ്രാണനെ എന്ത് ചെയ്തില്ല? ജീവപര്യന്തം സ്നേഹിച്ചതുമില്ല. പ്രൈസ് ദി ലോർഡ്. ആരുടെ സ്തോത്രമൊന്നും കേൾക്കുന്നില്ല. ആമേൻ. അതെ, ഇവിടുത്തെ നിലനിൽപ്പിന് വേണ്ടി, ഇവിടുത്തെ ആമേൻ അതെ സന്തോഷത്തിന് വേണ്ടി ആമേൻ ജീവപര്യന്തം എന്ത് ചെയ്തില്ല? തങ്ങളുടെ പ്രാണനെ അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും എന്ത് ചെയ്തു? ജയിച്ചു. അപ്പോൾ യേശുവിൻ്റെ രക്തത്താലും യേശുവിൻ്റെ വചനത്താലും അത് ജയകരമായ ജീവിതം നയിപ്പാൻ കൃപ ലഭിച്ചവരാണ് ആര്? ദൈവമക്കൾ. ഇന്ന് രാത്രി ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എപ്പോഴും സന്തോഷിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ആമേൻ ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി ആമേൻ ഇരുളിൻ്റെ രാജ്യത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആക്കി വെച്ച പിതാവായ ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരായി ജീവിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. കാരണം അവിടെ ചെന്ന ഇത് മാത്രമേ ഉള്ളൂ. എവിടെയാ? നിത്യ രാജ്യത്തിലെത്തിയാൽ, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലെത്തിയാൽ അവിടെ സ്തോത്രം മാത്രമേ ഉള്ളെന്ന്. അവിടെ പിന്നെ കഞ്ഞി വെക്കാൻ പോയി, ചോറ് വെക്കാൻ പോയി, പാലെടുക്കാൻ പോയി, പിന്നെ വിറക് കീറാൻ പോയി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അവിടെ സ്തോത്രം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇവിടെ ലഭിക്കുന്ന സമയം സ്തോത്രം പറയുന്നവർക്ക് അവിടെ ചെന്നാൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പിശുക്കില്ലാതെ സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ആമേൻ ഉറങ്ങുകയാണെങ്കിൽ എന്താ യൂത്തിക്കോസ് ഉറങ്ങിയ പോലെ എന്ത് ചെയ്തോണം?
ഹല്ലേലൂയ. അവിടെ ഉറക്കമില്ലെന്ന്, അവിടെ രാവോ പകലോ ഇല്ലെന്ന്, അവിടെ സ്തോത്രവും സ്തുതി ആരാധനയും മാത്രം. അതുകൊണ്ട് ഇവിടെ ആമേൻ ആരാധിക്കാനും സ്തോത്രം പറയാനും പിശുക്ക് കാണിക്കുന്നവർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ പരാജയപ്പെട്ടവനല്ല, നിങ്ങൾ ജയാളിയായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവരാ. ആമേൻ. സ്വർഗീയ പിതാവേ, ഇരുട്ടിൻ്റെ ശക്തിയിൽ നിന്ന് എന്നെ വിടുവിച്ചതിന് നന്ദി കർത്താവേ. ഇന്ന് രാത്രി എന്നോട് ചേർന്ന് എത്ര പേര് സ്തോത്രം പറയും? ഹല്ലേലൂയ. എന്നെ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തിയതിനായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞാൻ ആത്മീകമായും ശാരീരികമായും വൈകാരികമായും സ്വതന്ത്രനായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ അവിടുത്തെ പുത്രൻ മുഖാന്തരം വരുത്തിയ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ ഇനിയും പിന്മാറാതെ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതെ ജീവിപ്പാൻ കർത്താവ് കൃപ നൽകണമേ. ലോകമെമ്പാടുമുള്ള ആമേൻ എൻ്റെ സഹോദരന്മാർ ഈ അറിവിലേക്ക് വരാനും അത് പിശാചിനെയും അവൻ്റെ ആ കൂട്ടായ ആമേൻ ഇരുട്ടുകളെയും ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഇന്ന് രാത്രി ഞങ്ങൾ ശാസിച്ച് ഞങ്ങളുടെ സഹോദരന്മാർ ആമേൻ വെളിച്ചത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ഇരുളിൽ അകപ്പെട്ട് കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ആമേൻ നമ്മൾ അറിയുന്നവർ അറിയാത്തവർ വെളിച്ചത്തിലേക്ക് വരുവാൻ ഇടയാകേണ്ടതിനായി വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിപ്പാൻ ഉതകുന്ന ജീവന്റെ വചനം അവരിൽ എത്തേണ്ടതിനായി അത് എത്തിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവദാസന്മാരെ ദൈവദാസിമാരെ കുറ്റം പറയുന്നവരുടെ മുമ്പിൽ അതേ ശക്തിയോടെ നിൽക്കുവാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിനായി ആമേൻ. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി ലീലാമ ജോസ് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുമേനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹപ്പെട്ട നല്ല സമയം കർത്താവെ വീണ്ടും കടത്തി വരുവാൻ സ്വർഗം നൽകിയ അവസരത്തിനായി സ്തോത്രം. കർത്താവിന്റെ ദാസങ്ങളിൽ കൂടി ആഴമേറിയ വചനം കേൾക്കുവാൻ നോക്കണം കർത്താവ്. സഹായിച്ചല്ലോ കർത്താവെ. ഞങ്ങൾക്ക് മാത്രം ദേശത്തിന്റെ നാനാഭാഗങ്ങൾ രാജ്യങ്ങളുടെ വിവിധ ഇടങ്ങളിൽ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും ഇപ്പൊ രാത്രികാലം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീർത്തവരോട് സ്തോത്രം കർത്താവെ. സ്തോത്രം സ്തോത്രം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് തന്റെ സ്നേഹസുഖവനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണമെന്നുള്ള വചനപ്രകാരം കർത്താവെ ആ ഇരുട്ടിന്റെ അധികാരത്തിൽ ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞു സ്തോത്രം യാതൊരു കർത്താവെ ജീവിതത്തിന് മുന്നേറുവാൻ പരിശുദ്ധാത്മാവേ ഓരോ പ്രിയപ്പെട്ടവർക്ക് അവർക്ക് കൃപ കൊടുക്കുമാറാകണമേ. അതിനായി ഞങ്ങൾ എല്ലാവരെയും കർത്താവ് ഒരുക്കുമാറാകണമേ. കേട്ട വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹമായി തീരുവാൻ വിടുതലായി തീരുവാൻ കർത്താവിനെ സഹായിക്കുന്നവരോൾക്കായി സ്തോത്രം കർത്താവെ. അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. പിന്നെയും അടിമനോത്തിൽ കുടുങ്ങിപ്പോകാൻ ഇടയാകാതെ വണ്ണം കർത്താവിന്റെ സന്നയിൽ വിശ്വസ്തരായി ജീവിപ്പാൻ കർത്താവിടുന്ന് സഹായിക്കണം. രാത്രികാലം കേട്ട വചനങ്ങൾ ഒന്നായി കർത്താവ് ഉരുവിട്ടുകൊണ്ട് ദൈവത്തിനെതിരെ കർത്താവിനോട് അടുത്ത് വരുമ്പോൾ കർത്താവ് വിചാരങ്ങൾ വിട്ട് ഓടിപ്പോകുന്ന വചനപ്രകാരം ദൈവത്തോട് അടുത്ത് ജീവിക്കാനുള്ള കൃപ ഇതാളിനോട് പകരുമാറാകണം കർത്താവ്. ഇതിന്റെ അവസരത്തിനോട് കരങ്ങളെടുത്ത് ഉപയോഗിച്ചതോൾക്കായി സ്തോത്രം. പിന്നെയും ശക്തമായി കർത്താവിനെ ഉപയോഗിക്കുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. അനേകം ഇരുട്ടിന്റെ അധികാരത്തെ വിടുവിച്ചെടുക്കുവാൻ എന്റെ ഔഷധത്തിനെ കർത്താവ് ഉപയോഗിക്കുന്നതോൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നപ്പ ഈ രാത്രികാല അപ്പത്തിൽ വലിയ പ്രവർത്തിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അനേക രോഗത്താൽ ഇരുട്ടിന്റെ അധികാരത്തിൽ കർത്താവ് കഷ്ടതയിൽ ഞെരുക്കത്തിൽ കിടക്കുന്നവരുണ്ട് കർത്താവ്. അവരൊക്കെ പറ്റ വിടുവിക്കണമേ കർത്താവ്. അവരെ ഉദയ വെളിച്ചം കാണുവാൻ പരിശുദ്ധാത്മാവോട് നെടിയാക്കി തീർക്കണം. വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കാല് ആ വലിയ പ്രകാശത്തിൽ നടക്കുവാൻ നോക്കണം. ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് ശക്തീകരിക്കണം, ബലപ്പെടുത്തുമാറാകണമേ. കേട്ട വചനം കർത്താവ് ആരുടെയും ഹൃദയത്തിൽ നഷ്ടപ്പെട്ടു പോകാനിടയാകാതെ അത് 30, 60, 100 മേനി വിളഞ്ഞ് നല്ല വിളവ് പ്രാപിപ്പാൻ തക്കണം. പരിശുദ്ധാത്മാവോട് സഹായിക്കണം. അതിനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം അനേകരെ വിടുവിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പാൻ തക്കവണ്ണം ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്കറിയാം വിദ്വാൻമാർക്ക് പ്രത്യക്ഷമായ നക്ഷത്രം ആമേൻ അവർക്ക് വഴികാട്ടിയായി ശിശു ഇരിക്കുന്നിടത്തേക്ക് എത്തിച്ചതുപോലെ അനേകരെ കർത്താവിങ്കിലേക്ക് എത്തിക്കുവാൻ ആ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിപ്പാൻ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദി വന്ദനം രാത്രി അറിയിക്കുകയാണ്. ആമേൻ. കൂട്ടായ്മയിൽ സഹകരിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ
9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കരുത്, സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ. നാളെ ആമേൻ ഞായറാഴ്ചയാണല്ലോ, നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള അവസരം ആമേൻ ദൈവം ഒരുക്കുന്നു. ആമേൻ 12 മണിക്ക് സ്നേഹതീരം പ്രയർ ഫാമിലിയിൽ തീരം പ്രയർ ഫാമിലിയുടെ കൂട്ടായ്മ ഉണ്ട്. നമുക്കൊരുമിച്ച് അതിപിതാക്കന്മാർ ആത്മാവിനും സത്യത്തിലും ആരാധിച്ചതുപോലെ ആരാധിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ദൈവം ആയുസ്സും ആരോഗ്യം നൽകുന്നെങ്കിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു വരാം. നാളെ രാത്രിയിലും ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയിൽ, സ്നേഹതീരം പ്രയർ സെൻറ്റർ അനുദിന ചിന്ത ഫേസ്ബുക്കിലൂടെ ആമേൻ ദൈവവചന ശുശ്രൂഷയുമായി കടന്നു വരും. ഇത്രത്തോളം നമ്മെ സഹായിച്ച നമ്മുടെ കർത്താവിന് ഒരിക്കൽ കൂടെ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. വേർപാടിൻ്റെ ദുഃഖം പേറിക്കഴിയുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങൾ പാർക്കുന്ന ഈ വീടിൻ്റെ തൊട്ട് താഴത്തെ വീട്ടിൽ പാർക്കുന്ന ആമേൻ പ്രിയപ്പെട്ടവരുടെ മാതാവ് ആമേൻ വളരെ ചെറുപ്പം ആമേൻ 66-67 വയസ്സുണ്ടായിരുന്ന 62 വയസ്സുണ്ടായിരുന്ന ആമേൻ ആ മാതാവ് ആമേൻ ഇന്ന് ഉച്ച ആയ സമയത്ത് ആമേൻ വളരെ സന്തോഷത്തോടെ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ കിടക്കുന്നത് കണ്ടതാണ്. അവർ അല്പ പ്രയാസത്തിലായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആമേൻ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു. അവർ ദുഃഖത്തിലായിരിക്കുന്നു. ആമേൻ ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. എന്നാൽ അതൊരു വലിയ ദുഃഖം തന്നെയാണ്. ആമേൻ ആത്മാവ് നഷ്ടമായാൽ ഏതും ആമേൻ ആമേൻ കർത്താവിനെ കൂടാതെ അവർ മരണപ്പെട്ടു. അങ്ങനെ ആമേൻ അനേകർ മരണപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാണ്. ആമേൻ അവർ ആമേൻ നഷ്ടപ്പെട്ടു. ആമേൻ അവരുടെ ആത്മാവ് ആമേൻ അത് നിത്യനാശത്തിലേക്ക് പോയി. ആമേൻ അതെ ദൈവം ആമേൻ ഈ നാളുകളിൽ സന്ദേശം അറിയിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാകാത്തവർ കൈവിടപ്പെട്ടു പോകുമെന്ന് വചനം പറയുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മരണം ഏത് സമയത്തും നമ്മളെ വന്ന് വിളിക്കും. നമ്മൾ പോകേണ്ടവരാ. പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞ് ആമേൻ സ്വതന്ത്രരായാൽ നിശ്ചയമായും പാതാളത്തിന് നമ്മെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. പുത്രനെ നമുക്ക് സ്വതന്ത്രം വരുത്തിയാൽ സാക്ഷാൽ നമ്മൾ എന്ത് ചെയ്യും? സ്വതന്ത്രരാകും. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.